ഹലോ വെൽക്കം ബാക്ക്. എങ്ങനെയുണ്ടായിരുന്നു ഈ ആഴ്ച എന്ന് ചോദിക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ആഴ്ച വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളൊന്നും തന്നെ ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല വീക്കിന് ശേഷം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് മാത്രം ചോദിക്കാതെ ഈ വീക്കിനെ കുറിച്ച് ചോദിച്ചത്. കമ്പൈലേഷൻ ആയിട്ട് പറയേണ്ട കാര്യമേ ഈ വീക്കിലുള്ളൂ. കാരണം അവിടെ ആ കൂടെ നടക്കുന്ന കുറച്ച് അടിയും വഴക്കുകളും മാത്രമാണ്. അതേക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആരോ ഇന്നലെ വന്നിട്ട് ചോദിക്കേണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ 2 ദിവസം കൊണ്ട് നടന്ന വിഷയങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാത്തത്, ഇപ്പോൾ എന്താ ഒന്നും മിണ്ടാത്തതെന്ന്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വീഡിയോസ് കാണുമ്പോഴത്തേക്കും ഞാനെന്തോ ആരുടെയോ ഫേവറിസത്തിന് വേണ്ടി സംസാരിക്കുകയാണ്, ആരൊക്കെയോ മോശക്കാരാക്കി സംസാരിക്കുകയാണ് എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരാം. എനിക്ക് ആരോടും ഒരു ഫേവറിസും ഇല്ല. അത് ഈ സീസണിൽ തന്നെ ഈ സീസണിൽ ഒരു ബിഗ് ബോസ് പ്രേക്ഷക നിലയിൽ നമുക്ക് ആരെയാണ് ഇഷ്ടപ്പെടാൻ പറ്റുക? ഒരു മനുഷ്യനും ഇല്ല. മനസ്സിലായില്ലേ? അതൊക്കെ പണ്ട് മുമ്പത്തെ സീസണുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഗെയിമേഴ്സ്. കണ്ടു കഴിഞ്ഞാൽ ഗെയിമറായിട്ട് നമുക്ക് തോന്നുന്ന മിടുക്കന്മാരായിട്ടും മിടുക്കികളായിട്ടും കളിച്ചിട്ടുള്ള ഗെയിമേഴ്സ് ഉണ്ടായിട്ടുള്ള സംഭവമാണ് നമ്മുടെ മലയാളം ബിഗ് ബോസ് എന്ന് പറയുന്നത്. അല്ലാതെ ഈ സീസണിൽ കിടന്ന് കാണിക്കുന്നതല്ല ബിഗ് ബോസ് ഗെയിം. ഈ സീസണിൽ കിടക്കുന്നതൊന്നും അല്ല ബിഗ് ബോസിലെ റിയൽ ഗെയിമേഴ്സ് എന്ന് പറയുന്നത്. ഫിയർലെസ് ഗെയിമേഴ്സ് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് ഒരു സീസണിൽ തന്നെ ഇതിൽ ആരെ ഇഷ്ടപ്പെടണമെന്ന് നമ്മൾ അറിയാതെ ഇങ്ങനെ ഇരുന്നിട്ടുള്ള സമയമുണ്ട്. കാരണം ഒരു സീസണിൽ തന്നെ വിന്നർ ക്വാളിറ്റിയുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് വന്നു പോയിട്ടുള്ളതാണ് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ. അവിടെയൊക്കെ അവർ കളിച്ചുകൊണ്ടിരുന്ന ഗെയിമുകളാണ്. ഇതിൽ നിന്ന് ഇജക്റ്റായും എവിക്റ്റായും പോയിട്ടുള്ള ആൾക്കാരുണ്ട് ഫിയർലെസ് ആയിട്ട് കളിച്ചിട്ട്. അതൊക്കെ അവർ സംസാരിച്ചുള്ള ഗെയിമിനെ സംബന്ധിച്ചിട്ടാണ്, അല്ലാതെ വെളിയിലുള്ള വ്യക്തി ജീവിതത്തെ സംബന്ധിച്ചിട്ടല്ല. ഈ സീസണിൽ അത് വെച്ച് നോക്കുമ്പോൾ എന്താണ് കോണ്ടന്റ് എന്ന് പറയുന്നത്? അടുക്കള വിഷയം, ജെൻഡർ അധിക്ഷേപം, പിന്നെ കുറച്ച് കുൽസിത കാര്യങ്ങൾ. മൊത്തത്തിലൊരു നെഗറ്റീവ് സീസൺ എന്ന് പറയാം. ഇത്രയും സീസണിൽ കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇത്രയധികം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു സീസൺ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ആ രീതിയിലുള്ള സീസൺ. ഇതിനകത്ത് ഫേവറേറ്റ്സ് ഒരു ഫേവറേറ്റ്സും ഇല്ല. അക്ബറിനെ ഞാൻ കഴിഞ്ഞ ആഴ്ച സപ്പോർട്ട് ചെയ്തു. അത് ഇന്നും ഞാൻ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചിരിക്കുന്നു. അത് കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് ഇതൊരു ഗെയിം ഷോ മാത്രമാണ്. മനസ്സിലായില്ലേ? അല്ലാതെ ഇതൊരു ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്ന കുറേ ആൾക്കാരുണ്ടാവാം. പക്ഷേ എനിക്ക് അതിനകത്ത് ആ ഒരു ഗ്രൂപ്പിൽ ഞാനില്ല. ഞാൻ മൈനോറിറ്റിയുടെ കൂടെയാണ്. അതായത് ഇതൊരു ഷോ ആയിട്ട് മാത്രം കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ കൂടെയാണ് ഞാൻ. മനസ്സിലായില്ലേ? അല്ലാതെ എനിക്കിതൊരു റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ അവിടെ റിയലായിട്ട് നിൽക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അവിടെ എല്ലാവരും വരുന്ന ഗെയിം കളിക്കാനാണ്. അല്ലാതെ ഇതിനകത്തുള്ള കാര്യം കൊണ്ട് പുറത്ത് പോകാനല്ല. അവിടെ ഗെയിമിനെ സംബന്ധിച്ച് മാത്രം സംസാരിക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതം എടുത്ത് അതിനകത്ത് കൊണ്ടിട്ട് കളിക്കുന്ന ആൾക്കാരെ എനിക്കൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഗെയിം എക്സ്പോസ് ചെയ്യാൻ മറ്റുള്ളവരുടെ, അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതം എക്സ്പോസ് ചെയ്യാനല്ല അതിനകത്ത് വന്നിരിക്കുന്നത്. അതിന് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഞാൻ കഴിഞ്ഞ സീസണിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ജാസ്മിൻ എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആയതുകൊണ്ടല്ല. ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ വന്നിട്ട് പുള്ളിക്കാരത്തേക്ക് എബ്രിയോട് എന്തോ അറ്റാച്ച്മെന്റ് അഫെക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതിൽ അഫക്റ്റഡ് ആവുന്ന പുള്ളിക്കാരത്തി മാത്രമാണ്. അത് പുള്ളിക്കാരത്തിയുടെ വിഷാണ്. അല്ലാതെ അവരുടെ പുറത്തെ ലൈഫിൽ അവർക്ക് വേറൊരു ക്രഷ് ഉണ്ടോ, എൻഗേജ്മെന്റ് നടന്നിട്ടുണ്ടോ, അവരുടെ ലൈഫിനെ മുഴുവൻ വലിച്ച് ഇതിനകത്തേക്ക് ഇടുക, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഞാൻ ലാസ്റ്റ് സീസണിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് അവരുടെ കാര്യമാണ്. മനസ്സിലായില്ല? ആ സീസണിൽ എന്തുമാത്രം ഹേറ്റ് ആണ് ജാസ്മിൻ അഗേൻസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. അന്ന് ഈ വിമൺ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിലുള്ള പരിഗണന ആരും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആ കുട്ടി വേറെ ആരുടെയും ജീവിതം വെച്ച് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ പറയാം ആരുടെയും ജീവിതം വെച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് ഇല്ലാത്ത പ്രിവിലേജ് ഈ സീസണിലെ പല കണ്ടസ്റ്റൻസിനും കിട്ടുന്നത്? അപ്പോൾ പറയാം അവർ ഭയങ്കര കുടുംബിനികളാണ്, അവർ അങ്ങനത്തെ കാര്യത്തിനൊന്നും പോകത്തില്ല, നീറ്റായിട്ടുള്ള കുട്ടികളാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുമ്പോഴത്തേക്കും നമ്മൾ കണ്ടിട്ട് മിണ്ടായിരിക്കണോ? ഒരിക്കലും മിണ്ടായിരിക്കാൻ പറ്റത്തില്ല. ഈ ജീവിതം വെച്ച് കളിക്കാനുള്ള ഷോ അല്ല ഇത്. അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ബിഗ് ബോസ് പ്രേക്ഷക എന്ന നിലയിൽ, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിനെ ഇഷ്ടപ്പെടുന്ന ഒരു ആളെന്ന നിലയിൽ എനിക്ക് അങ്ങനെ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. മറ്റൊരാളുടെ ജീവിതം വലിച്ചിടാനുള്ള ഷോ അല്ല ഇത്. സ്വന്തമായിട്ട് കളിക്കുക. ജാസ്മിൻ്റെ കേസിൽ അവർ വേറെ ആരുടെ ജീവിതം ഇട്ടില്ല. അവർ അവരുടെ ലൈഫ് വെച്ചിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. അതിനുള്ള ഭവിഷ്യത്ത് അവർ തന്നെ അനുഭവിച്ച് വെളിയിറങ്ങിയ സമയത്ത്. പക്ഷേ അതിന് ഏറ്റവും കൂടുതൽ വളമായത് ആരാണ്? ഈ പുറത്തിരുന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് PR പിടിക്കുന്ന ആൾക്കാർ, മറ്റുള്ളവരുടെ ഫാൻസ്. അവരാണ് ഇവരുടെ ലൈഫ് കൊഞ്ഞാട്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് അവരുടെ ലൈഫിനെ കുറിച്ച് എന്തുമാത്രം കൺസേൺ ആയിരുന്നു ഈ പുറത്തിരിക്കുന്ന ആൾക്കാർ. ഇന്നും ആ കുട്ടിക്ക് ആ ഹേറ്റഡ് ഉണ്ട്. അതിനേക്കാളും തെറ്റുകൾ മറ്റുള്ളവരുടെ ജീവിതം വെച്ച് പന്ത് കളിക്കുന്ന ആൾക്കാർ ഈ സീസണിൽ ഇരിപ്പുണ്ട്. അതിനെക്കുറിച്ചൊക്കെ എത്ര പേര് സംസാരിക്കുന്നുണ്ട്? ഇന്ന് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ നാണയത്തിന് തന്നെ 2 വശങ്ങൾ ഒന്ന് എക്സ്പോസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എത്ര പേര് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു പക്ഷേ 10 പേരിൽ 2 പേര് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കത് മതി. അതിൽ കൂടുതൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യേണ്ട. പക്ഷേ പറയാനുള്ളത് പറയണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം കൂടുതൽ ഫാൻസ് ഉള്ളവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പറ്റത്തില്ല. അതിന് താഴെ വന്നിട്ട് എടി വാടി പോടി എന്തിന്? ഞാനിവിടെ ആരെയും മോശപ്പെട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. അതിനകത്ത് നടക്കുന്ന ഗെയിമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എനിക്ക് ആരുടെ വ്യക്തിപരമായി സംസാരിക്കേണ്ട കാര്യമില്ല. മറ്റൊരു കണ്ടസ്റ്റന്റിനെ ലൈഫിന് ഇതിനകത്തോട്ട് വലിച്ചിടുന്ന ഒരു കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കത്തില്ല. അത്രേ ഉള്ളൂ. അതിന് PR എന്നോ ഫാൻസ് ആണെന്നോ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഈ ആഴ്ച ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് 3 പേരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നെവിൻ, അക്ബർ, ആര്യൻ. ഈ 3 പേരുമാണ് ആ വീട്ടിലെ കണ്ടസ്റ്റൻസിന്റെ കണ്ണിലെ കരടെന്ന് പറയുന്നത്. അവർ 3 പേരെയും ഒരു ടാസ്കും കളിപ്പിക്കാതെ എല്ലാവരെയും ക്യാപ്റ്റനാക്കി മാറ്റാനായിരുന്നു നമ്മുടെ ബിഗ് ബോസ്. അപ്പോൾ അവിടെ ഏറ്റവും വലിയ ഗെയിം കളിച്ചത് ബിഗ് ബോസ് തന്നെയാണ്. കാരണം ബിഗ് ബോസിന് അറിയാം ഇവരെന്തായാലും ഇവിടെ അടിച്ചു പിരിഞ്ഞ് പോകാനുള്ള രക്ഷണം എന്തായാലും ഈ ആഴ്ച ഇതിലൊരാൾ എവിക്റ്റായി പോകും എന്നുള്ളത്. ആ രീതിയിലുള്ള ഗെയിമാണ് ബിഗ് ബോസ് അവിടെ എന്ത് ചെയ്ത് പ്ലാൻ ചെയ്തത്. ബിഗ് ബോസ് നല്ല വ്യക്തി ഡ്രൈവറെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ളവർക്ക് സഹിക്കോ? പ്രത്യേകിച്ചും ഇതുവരെയും ക്യാപ്റ്റൻ ആവാൻ കഴിയാത്ത ആൾക്കാർക്ക് അല്പമെങ്കിലും സഹിക്കോ? അന്ന് തന്നെ അവർ പ്ലാനിങ് തുടങ്ങിയാണ്. ആര്? ബാക്കിയുള്ള ആൾക്കാർ. ഇവരുടെ ക്യാപ്റ്റൻസി എങ്ങനെയും കുളവാക്കണം. ഇവർക്ക് യാതൊരു വാല്യൂ കൊടുക്കരുത്. ഇവർ പറയുന്ന ഒരു കാര്യം കേൾക്കരുത്, യാതൊന്നിനും യോജിക്കരുത്. ഈ കാര്യം അന്നേ അവിടെ പ്ലാൻഡ് ആണ്. ഇത് ഞാൻ പറയുന്നതല്ല, അതിനകത്തുള്ള കണ്ടസ്റ്റൻസ് സംസാരിച്ച കാര്യമാണ് ഞാൻ ഈ ചുരുക്കി പറയുന്നത്. ഇത് കണ്ടിട്ടുള്ളവർ ബോധമുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അവിടെ പ്ലാനിങ് തുടങ്ങുകയാണ്. പിന്നെ ഇവർ 3 പേരും കൂടെ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞപ്പോൾ അതിന്റെ ആവശ്യത്തിൽ അവരെടുത്ത തീരുമാനമാണ് അവർ കിച്ചൺ ടീമിൽ നിന്നോളാം എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ എടുത്ത് വേറൊരു മണ്ടത്തരമായ തീരുമാനമാണ് വേറെ ആരെയും കിച്ചണിലേക്ക് കയറ്റില്ല എന്നുള്ളത്. അങ്ങനെ പറയേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ലായിരുന്നു. ആര് വേണമെങ്കിലും കിച്ചണിലോട്ട് വന്നോട്ടെ. അതുകൊണ്ടാണ് ഇവർക്ക് സഹായത്തിന് പോലും ടിക്കറ്റ് ഫിനാലെ ആയിട്ട് ഒരു മനുഷ്യനെ അവിടെ കിട്ടാത്തത്. അല്ലാതെ തന്നെ ഇവിടെ ഒരു ഡ്യൂട്ടിയും അലോട്ട് ചെയ്ത് കൊടുത്തവരൊന്നും ചെയ്യുന്നില്ല നേരെ ചൊവ്വേ. അതിന്റെ കൂട്ടത്തിൽ കിച്ചണിലേക്ക് ആരും കയറേണ്ടെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞത് വേദവാക്കി എടുത്തുകൊണ്ട് ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. ആ ആര് കിച്ചണിൽ കയറേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കയറിയില്ല എന്നുള്ളൊരു റീസൺ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരു ന്യായവുമായിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം.
ടിക്കറ്റ് ഫിനാലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ക്ഷീണം അവിടെ എല്ലാവർക്കും ഉണ്ട്. അതിന്റെ ഇടയിൽ അവിടെ നേരാവണ്ണം സമയത്ത് ഭക്ഷണം കൊടുക്കാൻ ഇവർക്ക് സാധിച്ചില്ല. അവർ തലേദിവസം തന്നെ കുറച്ച് എക്സ്ട്രാ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ പോലും മതിയായിരുന്നു സമയം കിട്ടുന്നതനുസരിച്ച്. അത് ചെയ്തില്ല. പിന്നെ അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഒന്നിലധികം കറികൾ ചോദിച്ച സമയത്ത് അത് തരത്തില്ലെന്ന് ഒറ്റയടിക്ക് പറയുകയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാലോ. അപ്പം ഷാനവാസ് ഇപ്പം ഫുഡിന്റെ കാര്യം 2 ദിവസം മുന്നേ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരൻ അവിടെ നെവിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ ചെന്നു, സത്യമാണ്. പക്ഷേ പുള്ളി പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പേരി ആക്കാമല്ലോ. അപ്പോൾ ഷാനവാസ് കഴിഞ്ഞ ആഴ്ച കിച്ചൺ ടീമിൽ നിന്ന സമയത്ത് അവിടെ പുളിയും മുള്ളിയൊക്കെ ചേർത്തൊരു ഉപ്പേരി പോലത്തെ സാധനം ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എന്തെങ്കിലും കൂടെ ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒറ്റയടിക്ക് കട്ട് ത്രൂ ആയിട്ട് പറ്റത്തില്ല എന്നാണ് നെവിൻ പറയുന്നത്. അപ്പോൾ നെവിൻ അത്രയും സ്ട്രിക്റ്റ് ആവേണ്ട കാര്യം അവിടെ ഇല്ല. കുറച്ചധികം എക്സ്ട്രാ ഓവർ ആയതുകൊണ്ടാണ് അത് അങ്ങനെ സംസാരിച്ചത്. അതിന്റെ യാതൊരു ആവശ്യമില്ലായിരുന്നു. ഇവർ തമ്മിലൊരു സിങ്ക് ആവാത്തതായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒറ്റ ഗ്രൂപ്പ്, ആ ഫുൾ ഗ്രൂപ്പും കൂടി ഇവർക്ക് എഗൻസ്റ്റ് കളിച്ചുകൊണ്ടിരിക്കുക. ഇവരുടെ ക്യാപ്റ്റൻസി എങ്ങനെയും മോശമാക്കാൻ വേണ്ടി ഇവരെ ജയിലിൽ ഇടാൻ നിൽക്കുകയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നിന്ന് കൊടുക്കാതെ ഇൻ കേസ് ജയിലിൽ കിടക്കേണ്ടി വന്നാൽ പോലും ബാക്കിയുള്ള കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇവരോട് സംസാരിക്കുക. ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്യാൻ വന്നാലും തിരിച്ച് നല്ല രീതിയിൽ നിൽക്കാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബുദ്ധി ഇവർ കാണിച്ചില്ല. അതാണ് ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. സമയത്ത് ഫുഡ് കൊടുക്കാൻ സാധിച്ചില്ല. അത് തന്നെ ഒരു വലിയ ക്രിറ്റിസിസമായിട്ട് ഇവരെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. ആ ഒരു ക്രിറ്റിസിസത്തിനോട് ഞാൻ യോജിക്കുന്നു. കൃത്യമായ സമയത്ത് ഫുഡ് കൊടുക്കണമായിരുന്നു. 3 നേരത്തെയുള്ള ഫുഡ് 2 നേരത്തേക്ക് ചുരുക്കാൻ ഇവർക്ക് ഒരു അവകാശമില്ല. അത് കൊടുക്കേണ്ടത് തന്നെയാണ്. അത് കൊടുത്തില്ല. പക്ഷേ ഇതിന് വേറൊരു സൈഡ് ഞാൻ പറയട്ടെ. ഈ ഉണ്ണി മന്ദോളവൻ ആന മന്ദോളവനെ കളിയാക്കുക എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെയല്ലേ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ വെസൽ ടീമുകാർ പ്രോപ്പറായിട്ട് പാത്രങ്ങൾ കഴുകിയിട്ടുണ്ടോ? ഫ്ലോർ ടീമുകാരോട് ക്യാപ്റ്റൻ പറയാണ് വർക്ക് ചെയ്യാൻ. അവർ ചെയ്തിട്ടുണ്ടോ? കൃത്യമായി അവരെന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? നൂറായിരുന്നു ഫ്ലോർ ടീം ക്യാപ്റ്റൻ. ആ ഗ്രൂപ്പിലുള്ള അനീഷിനെ ഒരു തവണ മാത്രം വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വിലക്കാണ്. അനീഷ് 2 ടൈംസ് ചെയ്യാൻ തയ്യാറായിരുന്നു. എന്നിട്ടും അത് വേണ്ട, ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വിലക്കിയത് ക്യാപ്റ്റനായ നൂറ് തന്നെയാണ്. അത് എത്രമാത്രം ശരിയാണ്? ഫ്ലോർ ടീം എന്ന് കരുതി 2 നേരം സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒരു നേരത്തേക്കാക്കാൻ ആരെ അവർക്ക് അധികാരം കൊടുത്തത്? അപ്പോൾ കിച്ചൺ ടീമുകാർ ചെയ്ത അതേ മിസ്റ്റേക്ക് ഈ ഫ്ലോർ ടീമിലും ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ വെസൽ എന്താ ഒരു പൊടി കണ്ടു എന്ന് പറയുന്നു. ആ പൊടി കണ്ടു എന്ന് പറയുന്ന സമയത്ത് അവിടെ വന്നിട്ട് ഈ പൊടി ഇങ്ങനെയാണ്, ആ പൊടി ഇങ്ങനെയാണ്. അവിടെ തർക്കത്തിന്റെ ആവശ്യം പോലും ഇല്ല. ഇതൊക്കെയാണോ കോണ്ടന്റ് എന്ന് പറയുന്നത്? ബിഗ് ബോസിലെ ഒരു പാത്രത്തിലിരിക്കുന്ന പൊടി അത് ചുമ്മാ കഴുകി എടുക്കുക. അവർ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് വെറുതെ കഴുകി എടുക്കുക. അല്ലെങ്കിൽ വെസൽ ടീമിൽ അല്ല അങ്ങോട്ട് പോകുമ്പോൾ അവർ കഴുകി കൊടുക്കുക. അവിടെ അടി ഉണ്ടാക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ എല്ലാ ഈഗോയും വിട്ട് കഴുകുക. ഇല്ലെങ്കിൽ ഈ കിച്ചൺ ടീമിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ ഒന്ന് ചുമ്മാ വഴക്കി എടുക്കുക. ചെറിയൊരു പൊടിയല്ലേ, അത് ചെയ്തെടുക്കാവുന്നുള്ളൂ. അതൊരു കോണ്ടന്റ് ആക്കേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. അതിനെ വീർപ്പിച്ച് വല്ലാക്കി ഇത്രയാക്കി. അപ്പം അവിടെയും 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇനി നമുക്ക് മെനഞ്ഞാന്നത്തെ നെവിനും അനുവും തമ്മിലുള്ള ഇഷ്യൂവിനെ സംബന്ധിച്ച് പറയാം. അവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അതിന് മുമ്പേ നെവിനും ഷാനവാസും തമ്മിൽ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇഷ്യൂവിൽ നെവിനെ ജെൻഡർ അധിക്ഷേപം നടത്തുക തന്നെയാണ് ഷാനവാസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എടി, പോടി, വാടി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. നെവിൻ തന്നെ ഈ ഷോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ട്രാൻസ്ജെൻഡർ അല്ല, സ്ത്രൈണതയുള്ള പുരുഷ വിഭാഗത്തിൽ പെടുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന്. അതുകൊണ്ട് തന്നെ പുള്ളി നടക്കുന്ന നടപ്പിലും കാര്യങ്ങളിലൊക്കെ ഒരു സ്ത്രൈണ ഭാവം ഉണ്ട്. പക്ഷേ അതൊരു അധിക്ഷേപമായിട്ട് എങ്ങനെ ഒരു കണ്ടസ്റ്റന്റിന് നേർക്ക് പറയാൻ പറ്റും? മുമ്പ് ആദില നൂറിനെ വീട്ടിൽ കയറ്റത്തില്ല എന്ന് ലക്ഷ്മി പറഞ്ഞ സമയത്ത് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ വീട്ടിൽ അവരെ ഞാൻ കേട്ടുമല്ലോ എന്ന് പറഞ്ഞ സമയത്ത് ഷാനവാസ് അവിടെ കിടന്ന് കൈയടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ഇവരെ ഷാനവാസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ല കാര്യം. അപ്പോൾ അതേ ഷാനവാസ് എന്തുകൊണ്ട് നെവിനെ ഈ സ്ത്രൈണ ഭാവത്തിന്റെ കാര്യം പറഞ്ഞിട്ട് പോടി, എടി, വാടി എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നു? അപ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ട എന്താണ്? അവിടെയും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. ഡബിൾ സ്റ്റാൻഡാണ് അവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ആദില നൂറയുടെ വഴക്കൂടിയ സമയത്തും ഷാനവാസ് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റാണ്, എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഷാനവാസ് പറഞ്ഞിട്ടുള്ള പോയിന്റാണ്, നിങ്ങളൊക്കെ ഏത് ടൈപ്പാന്നുള്ളത് എനിക്കറിയാമെന്ന്. അതിനുശേഷമാണ് നെവിനും നമ്മുടെ അനുവും തമ്മിലുള്ള ഇഷ്യൂ. അനു അവിടെ കിടന്ന് ഉറങ്ങുന്നു. ആരും പോയി അനുവിനെ തട്ടി വിളിക്കുന്നു. അനു കണ്ണ് തുറന്ന് കിടക്കുകയാണ്. നെവിൻ പറയാണ് വെള്ളം എടുക്കുന്നു പറഞ്ഞിട്ട് കുറച്ച് വെള്ളം കൊണ്ട് അനുവിന്റെ മുഖത്ത് കുടയുന്നു. പ്രൊവക്കേഷൻ തന്നെ ചെയ്തതാണ്. പക്ഷേ നെവിന്റെ ഈ പേഴ്സണൽ സ്പേസിലോട്ട് കയറിയിട്ടുള്ള പ്രൊവക്കേഷൻ എനിക്ക് ഒരു താല്പര്യമില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ നൂബിൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്ന സമയത്തും അവരുടെ ഇടയിലേക്ക് നെവിൻ ഇടിച്ച് കയറുന്നു. മറ്റൊരാളുടെ പേഴ്സണൽ സ്പേസിൽ കയറി അവർക്ക് താല്പര്യമുണ്ടോ ഇല്ലെന്ന് പോലും അറിയാതെ അവരോട് കയറി ഇടപഴകുന്നതൊക്കെ നെവിന്റെ ഒരു ബാഡ് ക്വാളിറ്റി തന്നെയാണ്. അതില്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അപ്പോൾ അവിടെ പോയിട്ട് മുഖത്തേക്ക് വെള്ളം നിൽക്കേണ്ട ഒരു കാര്യം നെവിനില്ല. പക്ഷേ ഇതേ കാര്യം അവിടെ വേറെ ആൾക്കാർ ചെയ്തിട്ടില്ലേ? അന്ന് ഈ ഭൂകമ്പം ഒന്നും കണ്ടിട്ടില്ല. അതിൽ ക്യാപ്റ്റൻ എന്ന സമയത്ത് കണ്ണ് തുറന്ന് അക്ബറിന്റെ മുഖത്തേക്ക് വെള്ളം തളിച്ചിട്ടുണ്ട്. ഇത് അക്ബർ പറയുന്ന സമയത്ത് അതിൽ ഒറ്റയടിക്ക് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അക്ബറിന് ഹേറ്റേഴ്സ് ആണല്ലോ. അപ്പോൾ പിന്നെ അതിലേക്ക് സുഖമായിട്ട് അത് നിഷേധിക്കാം. കാരണം ആരാണ് അക്ബറിനെ സപ്പോർട്ട് ചെയ്യാൻ പുറത്തിരിക്കുന്നത്? ആരുമില്ല. അതുകൊണ്ട് തന്നെ അത് നിഷേധിക്കുന്ന പ്രശ്നമില്ല. അന്ന് അതിലെ മുഖത്ത് വെള്ളം തളിച്ചു എന്നുള്ള പേരിൽ അക്ബർ ആദിലയുടെ തലക്കൂടെ വെള്ളം കൂടി ഒഴിച്ചിരുന്നെങ്കിൽ അക്ബർ ആയിരുന്നു തന്നെ വില്ലൻ. ഒരിക്കലും ആദിലെ വില്ലത്തിയാവാൻ പോണില്ല. മുഖത്ത് വെള്ളം തളിച്ചു എന്നുള്ളത് ആരും ശ്രദ്ധിക്കാൻ പോണില്ല. പക്ഷേ ഇവിടെ നെവിൻ ആയതുകൊണ്ടും ഓപ്പോസിറ്റ് നിൽക്കുന്നത് അനുമോൾ ആയതുകൊണ്ടുമാണ് നെവിൻ അനുമോളുടെ മുഖത്ത് വെള്ളം തളിച്ചു എന്നുള്ളത് ഇത്രയും വലിയൊരു സംഭവമായിട്ട് എല്ലാവരും ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് നെവിൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അനുവിന്റെ മുഖത്ത് വെള്ളം തളിച്ചതും കട്ടിലിൽ വെള്ളം കോരി ഒഴിച്ചതും. പക്ഷേ അതിന്റെ ഇടയിൽ 2 തവണ ആ കുട്ടി അനുമോൾ നെവിന്റെ തലയിലും ഇവിടെ ഇങ്ങനെ പുറത്തും വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കുപ്പിയിൽ നിന്ന്. അതെന്തുകൊണ്ട് ആരും പറയണില്ല? ആരും പറഞ്ഞു കേൾക്കുന്നില്ലല്ലോ. എത്ര പേര് അത് പറഞ്ഞു? വളരെ റെയർ ആയിട്ടാണ് അത് പറഞ്ഞു കേൾക്കുന്നത്. എന്തുകൊണ്ട് അധികം ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കാത്തത്? എന്തുകൊണ്ട് പറയുന്നില്ല? നെവിൻ ഇവിടെ ചെയ്തത് ഓവറായിട്ടുള്ള കാര്യം തന്നെയാണെന്ന് ഞാൻ പറയും. പക്ഷേ അതേസമയം തന്നെ അനുമോൾ ഇവിടെ ചെയ്തതും അതുപോലത്തെ തെറ്റ് തന്നെയാണ്. നെവിൻ ഇത് വെള്ളം കുടയുമ്പോഴത്തേക്കും അനുമോളോട് മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം സംഭവിക്കും. അനു നെവിന്റെ തലയിൽ കൂടെ വെള്ളം ഒഴിച്ചില്ലായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ അനുമോളുടെ കട്ടിലിൽ വെള്ളം കോരി ഒഴിക്കുമോ? ഒരിക്കലും നടക്കത്തില്ല. അവിടെ കിടന്നുറങ്ങിക്കൊണ്ട് അനുമോളുടെ മുഖത്ത് വെള്ളം കുടഞ്ഞ് അതിന്റെ കൂട്ടത്തിൽ കുറേ ചെറുപ്പത്തിൽ വെള്ളം പിടിച്ച് അനുമോളുടെ കട്ടിൽ കൊണ്ട് ഒഴിച്ചു നെവിൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അവിടെ സംഭവിച്ചതെങ്കിൽ നെവിൻ മാത്രം കുറ്റക്കാരെന്ന് പറയാൻ പറ്റും. ഇവിടെ അനുമോളും ഈക്വലി റെസ്പോൺസിബിൾ ആണ്. പുള്ളിക്കാരത്തിയും അതേ തെറ്റ് തന്നെ ചെയ്തത്. 2 തവണ പുള്ളിക്കാരത്തിയും ചെയ്തിട്ടുണ്ട്. ഒരു തവണ പുള്ളിക്കാരന്റെ തലയിൽ വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും അത് സാറ്റിസ്ഫാക്ഷൻ വരാതെ പിന്നെയും പുറത്തോടെ വെള്ളം കൂടി ഒഴിക്കുകയാണ്. 2 തവണ. നീ ആരുടെ എന്റെ പുറത്ത് വെള്ളം കൊടായെന്ന് പറഞ്ഞു. അത് മൂഡ് സ്വിങ്ങോ എന്ത് കാര്യം ആവട്ടെ അനുമോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ കട്ടിൽ വെള്ളം കൂടി ഒഴിച്ചത് മാത്രം ഇത്രയും വലിയ ബ്രോഡ്കാസ്റ്റ് ചെയ്തിരിക്കുക. അത് കഴിഞ്ഞ് ഏതോ മേശയുടെ സോഫയുടെ ഇടയിൽ പോയി കിടന്ന് ഉറങ്ങുക, ഇത്രയും ഡ്രാമ ക്രിയേറ്റ് ചെയ്യുക. എന്ത് കാര്യമാണ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പോകുന്നത്? അവിടെ ഇത്ര മാത്രം ആൾക്കാർ
ആൾക്കാർ എവിക്റ്റായി പോയി കട്ടിലുകൾ അത്ര ഒഴിഞ്ഞ് കിടക്കുന്നു. അവിടെ ഒരു കട്ടിലും കിടക്കാൻ സ്ഥലമില്ല. സോഫ അവിടെ ഫ്രണ്ടിൽ ലിവിംഗ് റൂമിൽ കിടപ്പുണ്ട്, അവിടെ കിടക്കാൻ സ്ഥലമില്ല. ബാത്റൂമിന്റെ സൈഡിൽ ഒരു സോഫയുണ്ട്, അവിടെ കിടക്കണില്ല. പോയി കിടക്കുന്ന സ്ഥലം തറയിൽ. ഇത് സിമ്പതി വോട്ടിനല്ലാതെ എന്തിനാ പറയേണ്ടത്? അല്ല, നിങ്ങൾ തന്നെ പറയൂ, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ സിമ്പതി വോട്ടിനല്ലാതെ പിന്നെ എന്ത് കാര്യത്തിലാണ് ഇങ്ങനെ തറയിൽ പോയി കിടക്കുന്നത്? എനിക്ക് വേറെ ഒന്നും തോന്നില്ല. ഇത് വെറും ഡ്രാമ മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കട്ടിൽ പോയി കിടക്കാൻ തന്നെ അവിടെ ഫ്രണ്ട്സ് പറഞ്ഞത്, അല്ലെങ്കിൽ മെത്ത ഒന്ന് മാറ്റിയിടാൻ പറഞ്ഞു. ഇതൊന്നും പുള്ളിക്കാരത്തെ കേൾക്കാൻ തറയിൽ പോയി കിടക്കണം. എന്നാൽ മാത്രമല്ല പുറത്തിറന്ന് ഇത്രയും പോകത്തുള്ളൂ പുള്ളിക്കാരത്തേക്ക് അറിയാം. മനസ്സിലായില്ലേ? അതാണ് കാര്യം. അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഞാനിത് പറയുമ്പോഴത്തേക്കും പലർക്കും പിടിക്കത്തില്ല. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സാമ്പിളോടെ പറയാം. ഈ സീസണിൽ തന്നെ അനുമോളും ജിസേലും തമ്മിലൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അനുമോൾ പോയി ജിസേലിന്റെ ചുണ്ട് തുടച്ചു, ലിപ്സ്റ്റിക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ജിസേൽ അനുമോളെ വലിയ രീതിയിൽ ഒന്ന് പുഷ് ചെയ്തു. അവിടെ ജിസേലിന്റെ പുഷിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സംസാരം വന്നിട്ടുള്ളത്. അനുമോൾ ജസ്റ്റ് ചുണ്ടൊന്ന് തൊട്ടതേ ഉള്ളൂ, ഒന്ന് ഒരസിയതേ ഉള്ളൂ. ആ സമയം കൊണ്ട് ജിസേൽ പിടിച്ച് ഇങ്ങനെ അങ്ങ് തള്ളുക. ഇതായിരുന്നു ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരുന്നത്. അപ്പോൾ അന്ന് അനുമോൾ ജസ്റ്റ് ഒന്ന് തുടച്ചേ ഉള്ളൂ. അങ്ങനെ പറയുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുക, ഇവിടെ നെവിൻ ജസ്റ്റ് ഒന്ന് കുടഞ്ഞല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ അനുമോൾ തലയിൽ കൂടെ വെള്ളം കോരി ഒഴിച്ച് തന്നെ ഹൈലൈറ്റ് ചെയ്യാത്ത എന്താ? എന്തുകൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്യാത്ത? അന്ന് ജിസേൽ പുഷ് ചെയ്തതിനെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ പറയുന്നത് ഇന്ന് നെവിനും അനുമോളും ചെയ്തത് തന്നെയാണ് അന്ന് അനുമോളും ജിസയിലും തമ്മിൽ ഉണ്ടായത്. രണ്ടും തെറ്റ് തന്നെയാണ്. എനിക്കിത് രണ്ടും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതെന്നറിയോ? അനുമോൾ ജിസേലിന്റെ പുറകെ ജിസേൽ മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ തപ്പി നടന്നിട്ടില്ലേ? ജിസേലിന്റെ റാക്ക് നോക്കുന്നു, ജിസേൽ എവിടെയൊക്കെ കൊണ്ട് ഒളിപ്പിക്കുന്നുണ്ടോ നോക്കുന്നു, ഫ്ലവർ വേസിന്റെ ഇടയിൽ നോക്കുന്നു. ആ ആക്ഷനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. കാരണം അനുമോൾ അവിടെ ചെയ്യുന്ന ഗെയിമാണ്. കാരണം ഗെയിമിൽ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശപ്രകാരം മേക്കപ്പ് യൂസ് ചെയ്യാൻ പാടില്ല, അത് റൂൾസിന് അഗേൻസ്റ്റ് ആണ്. അപ്പോൾ ജിസേലിന്റെ പുറകെ ആണ് ഈ CID പണി നടത്തുകൊണ്ടിരുന്ന അനുവിനെ ഞാൻ സപ്പോർട്ട് ചെയ്തതാണ്. എനിക്കത് നല്ലൊരു ഗെയിമായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ജിസേൽ അവിടെ മേക്കപ്പ് ഒളിപ്പിക്കുന്ന കാര്യം അനുവിടെ കണ്ടെത്താൻ നോക്കുകയാണ്. അപ്പോൾ അത് പക്ക ഗെയിം തന്നെയായിരുന്നു. അതിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജിസേലിന്റെ പേഴ്സണൽ സ്പേസിൽ കയറിയിട്ട് ചുണ്ട് ഉടയ്ക്കാൻ പോകണമെന്നും ഒരിക്കലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. തിരിച്ച് ജിസേൽ അവിടെ അനുവിനെ തള്ളിയിട്ടാണ് അനു എന്നെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു എന്ന് പറയുന്നത്. അതിനെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അനു എന്ത് ചെയ്തോ അതിന്റെ ഡബിൾ ജിസേൽ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും നെവിൻ എന്ത് ചെയ്തോ അതിന്റെ ഡബിൾ അനു അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിന്റെ ട്രിബിൾ നെവിൻ ഇങ്ങോട്ട് ചെയ്തു. പക്ഷേ ഒരു കാര്യം എടുത്ത് പറഞ്ഞേ പറ്റൂ, ഹിപ്പ് അവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും അനുമോൾക്ക് അഗേൻസ്റ്റോ ഷാനവാസിന് അഗേൻസ്റ്റോ ഉറച്ച ശബ്ദത്തോടുകൂടി കളിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഗെയിമർ എന്ന് പറയുന്നത് അത് നെവിൻ മാത്രമാണ്. പുള്ളിക്കാരൻ ഫിയർലെസ് ആണ്, ഫിയർലെസ് ഗെയിമറാണ്. ഇത്രയും നാളും ഈ ഒരു നെവിനെ ഞാൻ കണ്ടിട്ടില്ല. തുടക്കം തൊട്ടേ നല്ല രീതിയിൽ ഇങ്ങനെ ഒരു രീതിയിൽ കളിച്ച് പോയിരുന്നെങ്കിൽ നെവിൻ കുറച്ചുകൂടെ മുമ്പോട്ട് പോയേനെ. അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം പുള്ളിക്കാരന് എവിക്റ്റായി പോകുമെന്നുള്ള പേടിയില്ല. പക്ഷേ പുള്ളിക്കാരൻ തുടങ്ങിയത് ഒരുപാട് ലേറ്റ് ആയി പോയി. അതാണ് നെവിൻ ഇപ്പം നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ നിൽക്കുന്ന പല ആൾക്കാർക്ക് ഫാൻസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയി, ഫാൻസ് ഗ്രൂപ്പായി, ആർമിയായി. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് അഗേൻസ്റ്റ് ഈ ലാസ്റ്റ് നിമിഷം കയറി പെട്ടെന്ന് നെവിൻ കളിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെവിൻ നെഗറ്റീവായി പോകത്തേ ഉള്ളൂ. അത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് നെവിൻ കളിക്കുന്ന കളിയൊക്കെ കൊള്ളാം. പക്ഷേ ഈ കളി മുമ്പേ തുടങ്ങാമായിരുന്നു. പുറത്ത് വെള്ളം കോരി ഇരിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. വാ കൊണ്ട് സംസാരിക്കുന്ന കുറേ കാര്യങ്ങൾ നെവിൻ അവിടെ എടുത്തെടുത്ത് പറയണ്ടായിരുന്നു. അനുമോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ മിസ്റ്റേക്ക്. ഇതൊന്നും എത്ര പേര് സംസാരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. അതായത് അനു നെവിനെ ജെൻഡർ അധിക്ഷേപം എന്തുമാത്രം ചെയ്യുന്നു? നീ ആണുങ്ങൾക്ക് തന്നെ ശാപവാടാ, നീ കമ്മലിട്ട് കിടക്കുന്നു, പെണ്ണുങ്ങളുടെ സോക്സ് കിടക്കുന്നു, പെണ്ണുങ്ങളുടെ ഡ്രസ്സ് കിടക്കുന്നു. ഇത്തരത്തിൽ എന്തൊക്കെ രീതിയിൽ അനുമോൾ സംസാരിച്ച് പേഴ്സണൽ അധിക്ഷേപം ചെയ്താലും അതൊന്നും എത്ര പേര് സംസാരിക്കുന്നത് എനിക്കറിയില്ല. കാരണം പുറത്തിരിക്കുന്ന പല ഫാൻസും ഇത്തരത്തിൽ സ്ത്രൈണഭാവമുള്ള ആൾക്കാരെ കളിയാക്കാൻ ഇൻട്രസ്റ്റഡ് ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. സീസൺ 4 റിയാസിനെ ഇന്നും കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നെവിൻ എടുത്തെടുത്ത് പറയുമ്പോൾ അനുമോളുടെ കട്ട ഫ്രണ്ട്സായിട്ട് കൂടെ നിൽക്കുന്ന ആദ്യം നൂറേം പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം അവർക്കറിയാം ഈ ജെൻഡർ അധിക്ഷേപം എന്ന് പറയുന്നത് അത്ര സുഖകരമായ കാര്യമൊന്നുമല്ല. നമ്മൾ ആ ഒരു പ്ലേസിലാണെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഒരാൾ അവിടെ കളിക്കാൻ വരുമ്പോൾ അയാളുടെ ജെൻഡറിനെ റെസ്പെക്ട് ഇവന്റെ വീട്ടിൽ തല്ല് കൊടുത്ത് വളർത്താനാണല്ലോ. ഇവന്റെ അച്ഛനും അമ്മയും ഇവനെ തല്ലിയിട്ടില്ല. ഈ കുട്ടി എന്തിനാ എല്ലാ കാര്യം പറയുമ്പോൾ അച്ഛനും അമ്മയും കൊണ്ടിരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് കാര്യമാണ്, എന്ത് മെസ്സേജാണ് അവിടെ അനുമോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇതാണ് ഇന്നാളെ ദിവസം ഞാൻ പറഞ്ഞത്. ഇതേപോലെ വീട്ടിലെ വയസ്സായ അമ്മമാർ നമ്മളെ ഇരുന്നിട്ട് ഇങ്ങനെ കാരണം അവരുടെ ജനറേഷൻ പഴകിയ കാര്യം അതാണ്. അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കും. അതുപോലത്തെ പരിപാടികളാണ് ഈ കുട്ടിയുടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ സംസാരിക്കുന്ന പോലത്തെ ഭയങ്കര മെച്ചർ ടോക്സ് എന്നുള്ള രീതിയിൽ റബ്ബിഷ് ടോക്സ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതിനെക്കുറിച്ചൊന്നും ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല. നെവിൻ മാത്രമാണ് ഇപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ വിഷം എന്നാണ് പലരുടെയും ധാരണ. നെവിൻ ഏറ്റവും വലിയ വിഷം, അക്ബറും ആര്യനും നെവിനുമാണ് അവിടുത്തെ ഏറ്റവും വലിയ സംഘം. ഈ സംഘത്തെ എത്രയും പെട്ടെന്ന് പുറത്താക്കുക. ഇതാണ് ഇപ്പോഴത്തെ മെയിൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അതെന്തോ ആവട്ടെ, എനിക്കിപ്പോൾ ഞാൻ ഒരിക്കലും അവർ ഭാഗത്ത് ഫുൾ കറക്റ്റ് എന്ന് പറയത്തില്ല. പക്ഷേ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു ഗ്രൂപ്പാണെന്നും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗ്രൂപ്പിലും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതും ഒന്ന് എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നുള്ളൂ. അക്ബറും ആര്യനും നെവിനും ഭയങ്കര വലിയ വിഷയങ്ങളും ഭയങ്കര കുത്തിത്തിരിപ്പ്, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ എന്നാണ് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആദില നൂറ അനുമോൾ ഗ്രൂപ്പ് പറയുന്നത്. അപ്പോൾ ഇവരുടെ പറയുന്നത് കുശുമ്പ് കുന്നായ്മയൊന്നുമല്ലേ? ഇവരെന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നലെ ഷാനവാസ് അവിടെ തലറങ്ങി വീണാൻ ശേഷം ഈ അക്ബറിനെ നെവിനെ ആര്യനെ കുറിച്ച് സംസാരിച്ചത്? എന്തൊക്കെ മോശപ്പെട്ട കാര്യങ്ങളാണ്? അതിലേക്ക് വരാം. അതിന് മുന്നേ നമ്മുടെ ഷാനവാസ് തലകറങ്ങി വീണ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കം എഴുന്നേൽക്കുന്ന ആ ഒരു ഫ്രഷ് മോർണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ചെയ്യേണ്ടത് കുറച്ച് മെഡിറ്റേഷനോ അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുകയോ ഒന്നും ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ കയറി ഇങ്ങനെ ഇടപെടാതെ നമ്മളൊന്ന് റിലാക്സ് ആയിട്ട് നമ്മൾ ഒരു പ്രശ്നത്തിലും കയറി ഇടപെടാതെ നമ്മൾ കുറച്ച് റിലാക്സ് ചെയ്ത് നമ്മളെ ബോഡിയിൽ നിന്ന് ഉറക്കം എല്ലാം പോയി നമ്മളൊന്ന് സ്ട്രെസ് ഫ്രീ ആയി നല്ലൊരു സമാധാനത്തോടുകൂടി പോസിറ്റിവിറ്റിയോടെ ഇരുന്ന് ഒന്ന് ചായയൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ പ്രശ്നത്തിനും ബഹളത്തിനും ഇറങ്ങിത്തിരിക്കുക. അതൊന്നും ഇല്ലാതെ നേരെ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അടിക്കും പ്രശ്നത്തിന് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ ഹെൽത്തും കൂടെ ഒന്ന് കൺസേൺ ചെയ്യണം. അത് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യത്തിന് പോകാനായിട്ട്. ആരോഗ്യം ഫുള്ളായിട്ടുള്ളൊരു മനുഷ്യന് പോലും രാവിലെ എഴുന്നേറ്റ് അടി കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും തല പെരിക്കണ സംഭവമായിരിക്കും. അപ്പോൾ ഇത്രയും ഹാർട്ട് ഇഷ്യൂസും അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഷാനവാസ് ഈ രാവിലെ ഇത്രയും സ്ട്രെസ് എടുക്കാൻ പോകേണ്ട കാര്യം എന്താണ്? എനിക്ക് സത്യത്തിൽ നല്ല വിഷമമുണ്ട് ഷാനവാസിന്റെ ഇന്നലത്തെ ഹെൽത്ത് ഇഷ്യൂവിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ. കാരണം ഷാനവാസിന് ഒരുപാട് ഫാൻസ് പുറത്തുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ടോപ്പ് 5 കയറണമെന്നും വിന്നർ ആവണമെന്നും ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും കാര്യം കൊണ്ട് ഷാനവാസ് പുറത്ത് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര വിഷമമുള്ള കാര്യമായിരിക്കും. അപ്പോൾ ബിഗ് ബോസ് ചെയ്യേണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ നമുക്ക് ഇത്രയും വയ്യായി
ആരോഗ്യ അസുഖങ്ങളും പ്രത്യേകിച്ചും ഹാർട്ട് ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയെ ഇങ്ങനെ ഒരു ഷോയിലേക്ക് കൊണ്ടുവന്ന് അവരെ ലൈഫ് റിസ്ക് ചെയ്യാതിരിക്കാനാണ് ശ്രമിക്കേണ്ടിയിരുന്നത്. മെഡിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരെ എന്ത് കാര്യത്തിലാണ് ബിഗ് ബോസിലേക്ക് കൊണ്ടിരുന്നത്? തുടക്കത്തിൽ അത് പുള്ളിക്കാരനെ ഇതിനകത്തേക്ക് കയറിയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല, പുള്ളിക്ക് ഫാൻസ് ഉണ്ടാകുന്നില്ല, ഫാൻസ് ഗ്രൂപ്പ് ഉണ്ടാകുന്നില്ല. പക്ഷേ ഈ ഒരു വൈകിയ വേളയിൽ ആൾക്കാർ ഇത്രയും പ്രതീക്ഷയോടെ ഇരിക്കുന്ന സമയത്ത് പുള്ളി ടോപ്പ് ഫൈവിൽ കയറുന്ന ഉറപ്പിച്ചിരിക്കുന്ന പുള്ളിക്കാരൻ്റെ ഫാൻസിന് മുമ്പിൽ പുള്ളി ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നുള്ളൊരു ന്യൂസ് വരുമ്പോൾ അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടും വിഷമമായിരിക്കും. പുള്ളിക്കാരൻ ഒരുപാട് മാനിപ്പുലേഷൻ കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ കോണ്ടന്റ് ഷാനവാസിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഈ സീസണിൽ പോയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾ ഈ ഒരു 80ാമത്തെ ദിവസം ഇനി ഒരു 10-20 ദിവസം കൂടെ ഉള്ളൂ, ഇത്രയും ദിവസം അവിടെ പിടിച്ച് നിന്നിട്ട് പെട്ടെന്ന് ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പുറത്തേക്ക് പോകാന്ന് പറയുമ്പോൾ പുള്ളിയുടെ ഫാൻസിനൊക്കെ അത് ഭയങ്കര ഒരു വിഷമമുള്ള സംഭവം തന്നെയായിരിക്കും. അതുകൊണ്ട് ബെറ്റർ ഇത്തരത്തിൽ മെഡിക്കൽ പ്രശ്നങ്ങളുള്ള ആൾക്കാർ തുടക്കത്തിൽ തന്നെ എടുത്തില്ലെങ്കിൽ അത്രയും നല്ലത്. അല്ലാതെ അവസാന നിമിഷം വന്നിട്ട് അവർ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സീസൺ 5 റിനോഷിന്റെ കാര്യം ഓർമ്മയില്ല, പുള്ളിക്കാരൻ ഒരു സ്കിൻ ഡിസീസ് വന്ന് പുറത്തേക്ക് പോയതാണ്. പക്ഷേ അത് സ്പ്രെഡ് ആകും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടിട്ട് തിരിച്ച് സീസണിലേക്ക് വരാൻ പറ്റില്ല. ഒരുപാട് ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾ തന്നെയായിരുന്നു റിനോഷ്, ടോപ്പ് 5 കയറുന്ന ഉറപ്പിച്ച കണ്ടസ്റ്റന്റ്. പക്ഷേ സാഹചര്യം വിലനായി മാറി റിനോഷിന് തിരിച്ച് കയറാൻ പറ്റില്ല. അപ്പോൾ അന്ന് റിനോഷിന്റെ ഫാൻസിനുണ്ടായ അതേ വിഷമം തന്നെയാണ് ഇന്ന് ഷാനവാസിന്റെ ഫാൻസിന് ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ രാവിലെ സിറ്റുവേഷനിലേക്ക് വരാം. ഷാനവാസ് അവിടെ അനുമോൾക്ക് വേണ്ടിയിട്ടാണ് കിടന്ന് അടിവിടുന്നത്, ഷാനവാസിന് വേണ്ടിയിട്ട് പോലുമല്ല. അനുമോളും ഷാനവാസും വെസൽ ടീമിലായിരുന്നു. അതുകൊണ്ട് തന്നെ പാത്രം ഒന്ന് കഴുകി തരാൻ അക്ബർ പറഞ്ഞപ്പോൾ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുവിന് വേണ്ടി സംസാരിക്കാൻ വന്ന ഷാനവാസാണ് അവസാനം ഈ ഒരു കഷ്ട സിറ്റുവേഷനിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ളത്. പുള്ളിക്കാരൻ തിരിച്ച് കയറണം ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം എനിക്ക് പുള്ളി പുറത്ത് പോകണമെന്നോ അങ്ങനത്തെ ഇതൊന്നും ഇല്ല. കാരണം ഇനി 20 ഡേയ്സ് കൂടെ ഉള്ളൂ. പുള്ളിക്കാരൻ ഇങ്ങനെ ഫയറായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ആൾക്കാരൊന്നും പുള്ളിക്കാരൻ ഒരു രോഗിയായിട്ട് കൺസിഡർ ചെയ്യത്തില്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ സീസണിൽ ഒരാളെ രോഗിയായിട്ട് കൺസിഡർ ചെയ്ത് സംസാരിക്കാൻ എടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ പുള്ളിക്ക് അഗൈൻസ്റ്റ് ഗെയിം കളിക്കാൻ പറ്റത്തില്ല ആർക്കും. അതിനകത്ത് നിൽക്കുന്നു വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അതിൽ ഫിറ്റ് ആണെന്നുള്ള രീതിയിൽ അതിൽ നിൽക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിൽ പുള്ളിക്കാരൻ ഒരാളോട് അടികൂടാൻ ചെന്നാൽ തിരിച്ച് അവരുടെ ഭാഗത്തുനിന്ന് അതേ കണക്കത്തെ റിയാക്ഷൻ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ റിയാക്ഷൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്ന് പുള്ളിക്ക് അറിയാവുന്ന കാര്യം. ഇത്ര ദിവസം അതിനകത്ത് നിന്നത് വെച്ചിട്ട് പുള്ളിക്ക് രാവിലെ ഒരു വയ്യായ്ക ഉണ്ടെങ്കിൽ ടാസ്കിൽ നിന്ന് മാറിപ്പോകത്തില്ലേ? അതുപോലെ കുറച്ചൊന്ന് മാറിപ്പോവുക. അപ്പോൾ അവിടെ അനുവിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ചെന്നിട്ട് പാത്രം കഴിയുന്ന കാര്യത്തിൽ അവിടെ ഒന്നീ കിച്ചൺ ടീമിനോ അല്ലെങ്കിൽ വെസൽ ടീമിനോ ഈഗോയും കാര്യങ്ങളും കളഞ്ഞിട്ട് അവർക്ക് അത് ആർക്കെങ്കിലും ഒന്ന് കഴിവ് വെക്കാവുന്നേ ഉള്ളൂ. ഇവിടെ എന്തിനാണ് കിടന്ന് ഈ അടിയും പിടിയും? എന്തായാലും 5 പേരെ അതിനകത്തോട്ട് കയറത്തുള്ളൂ ടോപ്പ് 5. പിന്നെ എന്ത് കാര്യത്തിനാണ് ഇവിടെ കിടന്ന് അടി കൂടുന്നത്? പോവേണ്ടവർ പോകും. ഇവിടെ കിടന്ന് അടി കൂടിയാലും പിടി കൂടിയാലും എന്ത് ചെയ്താലും അവരുടെ ഗെയിം എക്സ്പോസ് ചെയ്ത് അവരെ പുറത്താക്കുക. അല്ലാതെ അവർ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കും, ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ്? നിങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഡ്യൂട്ടി ചെയ്യാതല്ല ബാക്കിയുള്ളവർ പോയി പറയേണ്ടത്. വെസൽ കഴിവാൻ പറഞ്ഞ വെസൽ കഴിവ് അവിടെ ഈഗോ കാണിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അത് ഈഗോ വിട്ട് ചെയ്യുന്നിടത്താണ് നമ്മൾ സ്വയം വലുതാവുന്നത്. നമുക്ക് പ്രഷർ എടുത്തോട്ട് നമുക്ക് ഒരുപാട് നെഗറ്റിവിറ്റി പോകത്തില്ല. ഇതിപ്പം ഇവർക്ക് അഗേൻസ്റ്റ് എന്ത് കളിച്ചാലും ഈ ഫാൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അതാണ് കാര്യം. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവർ ഭയങ്കര ക്രൂരന്മാരായ തെറ്റുകാരായതുകൊണ്ടല്ല. അതാദ്യം മനസ്സിലാക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന ബോധമുള്ള പ്രേക്ഷകർ. മനസ്സിലായില്ലേ? തെറ്റുകളവിടെ എല്ലാവരും ചെയ്യുന്നുണ്ട്. കുറച്ചെങ്കിലും പോസിറ്റിവിറ്റി എന്നൊരു സാധനം എനിക്ക് അവിടെ കാണാൻ പറ്റുന്നത് ആകെപ്പാടെ അനീഷിലെ സാബുമാനിലും മാത്രമാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ, എടുത്ത് പറയാതിരിക്കാൻ വയ്യ. അതിലേക്ക് ഞാൻ വരാം. ആദ്യം ഇതൊന്ന് പറഞ്ഞു. ഷാനവാസ് അവിടെ കിടന്ന് അടി കൊടുന്നു. 100 അതിനിടയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ കയറുന്നു. ലക്ഷറി ഐറ്റംസ് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് എന്തോ പാലും തൈരും എല്ലാം കൂടി എടുത്തിട്ട് നിവിൻ പോവുകയാണ്. ആ സമയത്ത് ഷാനവാസ് അങ്ങോട്ട് കയറിയിട്ട് നിവിൻ്റെ കയ്യിലിരിക്കുന്ന സാധനം കുത്തിപ്പൊട്ടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. എപ്പിസോഡിൽ എല്ലാവരും കണ്ട കാര്യമല്ലേ? അത് തന്നെയാണ് സത്യം. പാല് കുത്തിപ്പൊട്ടിക്കുന്ന എന്ത് കാര്യത്തിനാണ്? ലക്ഷറി സാധനങ്ങൾ ആരും കഴിക്കണമെന്നുള്ള രീതിയിൽ കുത്തിപ്പൊട്ടിക്കുക ചെയ്യുന്നത്. നെവിൻ്റെ ഡ്രസ്സിലൊക്കെ ആയി ആ പാല്. കാരണം പുള്ളിക്കാരൻ അത് ഇങ്ങനെ പിടിച്ചിരിക്കുക. ഡ്രസ്സിലൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നെവിൻ ആ പടം ഓവറാക്കിയിട്ട് നെവിൻ അത് ഷാനവാസിന് പുറത്തോട്ട് കോരി ഒഴിക്കുകയാണ്. എന്ത് കാര്യത്തിനാണ്? എന്നിട്ട് ലാസ്റ്റ് പാല് തീർന്ന സമയത്ത് ആ കവറും കൂടെ വലിച്ചെറിയുന്നു. തെറ്റ് തന്നെയാണ്, അതും തെറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെയും രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ട്. അത് കഴിഞ്ഞ ഉടനെ ഷാനവാസ് തറയിൽ ബോധം കെട്ട് വീഴാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിന് സ്ട്രെസ് കൂടി. അല്ലാതെ കവർ എറിഞ്ഞത് കൊണ്ടൊന്നും അല്ല പുള്ളിക്കാരൻ വീണത്. ഷാനവാസ് ഇത്ര സ്ട്രെസ് താങ്ങാൻ രാവിലെ പറ്റില്ല. നമുക്ക് സാധാരണ ഒരു മനുഷ്യന് പോലും പറ്റത്തില്ല. അപ്പം വയ്യാതിരിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും പറ്റത്തില്ലായിരിക്കും. ആ രാവിലെ ഫുഡ് നേരെ ചൊവ്വേ കിട്ടുന്നില്ല. അത് ഫുഡ് സമയത്ത് കൊടുക്കാത്ത ഇവരുടെ പ്രശ്നം. ടിക്കറ്റ് ഫിനാലെ കൂടെ കയറി വരുമ്പോഴത്തേക്കും ഇവർക്ക് നേരെ ചൊവ്വേ ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അത് മറ്റൊരു ആയുധമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നു. അവരാണെങ്കിൽ കിച്ചണിൽ കയറിയിട്ട് സഹായിക്കത്തുമില്ല. ഇവരെ എങ്ങനെയെങ്കിലും മോശക്കാരാക്കാന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ ഒരു ഗ്രൂപ്പായിട്ടിരിക്കുന്ന സമയത്ത് അതിനിടയ്ക്ക് കയറി ഷാനവാസിയുള്ള സ്ട്രെസ് എല്ലാം കൂടെ എടുത്ത് പിടിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഷ്ടകാലം എന്ന് മാത്രമേ പറഞ്ഞാൽ മതി. ഷാനവാസിന്റെ കഷ്ടകാലം. കാരണം പുള്ളിക്ക് മാത്രമല്ലേ നഷ്ടം വരത്തുള്ളൂ. ഈ ഗെയിമിന് എന്തെങ്കിലും കാര്യം കൊണ്ട് എഫക്റ്റായി പുറത്ത് വേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഷാനവാസ് പുറത്ത് വേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നെവിനും പുറത്ത് പോകും. പക്ഷേ ഹോപ്പ്ഫുള്ളി ഷാനവാസ് തിരിച്ചു വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അക്ബറും നെവിനും കൂടെ ഇത് ഡ്രാമ എന്ന് പറഞ്ഞത് ഏത് സെൻസിലാണെന്ന് എനിക്ക് ഒട്ടും തന്നെ മനസ്സിലായത്. വളരെ തെറ്റായ ഒരു കാര്യമായി, വളരെ ബോറായിപ്പോയി. പുള്ളിയോട് സംസാരിക്കുന്ന സമയത്ത് പ്രൊവോക്ക് ചെയ്യുന്ന സമയത്തൊക്കെ വയ്യായി ഉണ്ടെന്നുള്ള ചിന്തിക്കാത്ത പോട്ടെ. പക്ഷേ തറയിൽ ഒരാൾ വന്ന് വീഴുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് പറ്റിയ ആൾക്ക് എന്നൊന്ന് നോക്കിയിട്ട് വേണ്ടി ഡ്രാമ എന്നൊക്കെ പറയാനുള്ളത് ഒന്നും നോക്കാതെയും കാണാതെ അല്ലല്ലോ ഇതൊന്നും പറയേണ്ടത്. കാരണം വയ്യായി വരുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മളങ്ങനെ ഒറ്റയടിക്ക് കണ്ണുടച്ച് പറയുന്നത് ശരിയല്ല. അപ്പോൾ ഇന്നലെ ആ സിറ്റുവേഷനിൽ ഷാനവാസിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായി, നെവിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായി. ഷാനവാസിനോട് വയ്യാതെ വീണ് പോയതാണ് ഇത്രയും വലിയൊരു വിഷയമായത്. ഷാനവാസ് കുത്തിപ്പൊട്ടിച്ചൊന്നും ആരും ഒരു വിഷയമായിട്ട് പറയുന്നില്ല. ഇത് കുറ്റമായിട്ടല്ല, ഷാനവാസ് അതിൽ വീണ് പോയത് എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഇത് കാര്യം പറയുന്നതാണ്. സീസൺ 4 ഡോക്ടർ റോബിനും റിയാസും തമ്മിൽ പ്രശ്നം ഉണ്ടായ സമയത്ത് റിയാസിനാണ് അടി കൊണ്ടത്. പക്ഷേ ആൾക്കാർ മുഴുവൻ സപ്പോർട്ട് ചെയ്തത് ആരെയാണ്? റോബിനെ അല്ലേ? അതത്രയും വരത്തുള്ളൂ. കാരണം പുള്ളിക്കാരൻ്റെ സപ്പോർട്ട്, പുള്ളിക്കാരൻ എന്ത് വന്നാലും പുറത്തു പോകാൻ പാടില്ല. അതുകൊണ്ട് അടി കൊണ്ടോ, കൈ എവിടം വരെ എത്തി, എന്തൊക്കെ നടത്തി എന്നുള്ള രീതിയിൽ ഉള്ള ചർച്ചകളും വിശകലനങ്ങളും ആയിരുന്നു പിന്നീട് വന്നിട്ടുണ്ടായ വീഡിയോസ്. അതായത് അടി കൊണ്ടിട്ടില്ല എന്ന് എങ്ങനെയെങ്കിലും ബിഗ് ബോസിനെ തെളിയിച്ച് റോബിനെ അവിടെ തന്നെ നിലനിർത്തുക എന്നുള്ള ഒറ്റ കാര്യമേ അന്ന് ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതേസമയം ഇന്ന് ചില ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടു, നെവിൻ കുറച്ച് പാലേ പുറത്തോട്ട് കളഞ്ഞുള്ളൂ, ബാക്കി 1 കിലോ ഇരിക്കുന്ന പാക്ക് മൊത്തത്തിലെടുത്ത് പുള്ളിക്കാരൻ്റെ നെഞ്ചിലോട്ട്, ഷാനവാസിൻ്റെ നെഞ്ചിലോട്ട് എറിഞ്ഞു. ആ എറിയുടെ ഫോഴ്സിലാണ് ഷാനവാസ് തറയിൽ വന്ന് വീണെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ എത്ര അസംബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇന്നലെ എപ്പിസോഡ് കണ്ടവർക്കറിയാം. ആ പാക്കറ്റ് സൂം ചെയ്ത് കാണിക്കുമ്പോൾ അത് ഞാനീ പിണങ്ങി ഒരു കാലി പാക്കറ്റ് പോലെയാണ് കിടക്കുന്നത്. അത് വ്യക്തമായി കാണിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നത്? എനിക്കിതൊക്കെ ഭയങ്കര ചീപ്പായിട്ട് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് നെവിൻ വിഷമാണ്, വൃത്തികെട്ടവനാണ്, കാശിന് കൊള്ളാത്തവനാണ്, ഇവനെയൊക്കെ പിടിച്ച് ഇവിടെ നിർത്തുന്ന ആൾക്കാരെ പറഞ്ഞാൽ പിന്നെ
അനുമോൾ പറയുന്ന പോലത്തെ ജെൻഡർ അധിക്ഷേപങ്ങൾ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ട് നടക്കും. അന്ന് റിയാസ് എന്തുമാത്രം കേട്ടിട്ടുണ്ട് റോബിൻ അഗൻസ്റ്റ് കളിച്ചു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് എന്ന് പറഞ്ഞിട്ട് റിയാസ് ഒരു ഗെയിമർ അല്ലാതായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. പുള്ളിക്കാരൻ ഇന്നും എത്ര സീസണിൽ ചലഞ്ചറാക്കി കൊണ്ടുവന്നു. പുള്ളിക്കാരൻ ഒരു ഗെയിമറാണെന്ന് ബിഗ് ബോസിനെ അറിയാവുന്നതാണ് ഇപ്പോഴും സീസണിലേക്ക് കൊണ്ടുവരുന്നത്. പറയുമ്പോൾ ശരിയാണ്, റിയാസ് ചെയ്യുന്ന പ്രൊവോക്കിംഗ് ഗെയിമാണ്. ഇവൻ എന്തൊരു ചൊറിയാനാ ഇതായിരുന്നു അന്നത്തെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാണ് അവിടെ ബിഗ് ബോസിൽ ചെയ്യേണ്ടത്. മറ്റുള്ളവരെ ചൊറിഞ്ഞ് അവരെ പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്കേഷൻ അങ്ങേയറ്റത്തെത്തിച്ച് അവരുടെ ഗെയിം എക്സ്പോസ് ചെയ്ത് പുറത്താക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് തന്നെയാണ് റിയാസ് ആ ഷോയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ റോബിൻ സൂപ്പർ, റിയാസ് മോശം, റോബിൻ ഹീറോ, റിയാസ് വില്ലൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഈ പറയുന്നത് പേഴ്സണൽ പെർസ്പെക്റ്റീവിലൊന്നും അല്ല, ഗെയിമർ എന്ന നിലയിലാണ് പറയുന്നത്. നമുക്ക് വ്യക്തിപരമായി നമുക്ക് ഇവരാരും അറിയത്തില്ല. ഇവരൊക്കെ നമുക്ക് എങ്ങനെ അറിയാവുന്നത്? ഒരു തരത്തിൽ നമുക്ക് ഇവരാരും അറിയത്തില്ല. ഇതിനകത്ത് വരുന്ന എല്ലാ ആൾക്കാരും ഞാൻ സംസാരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഗെയിമേഴ്സ് മാത്രമാണ്. അവരുടെ ഗെയിമിനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതും വിമർശിക്കുന്നതും ആ ഗെയിമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഷാനവാസിന്റെ സ്ഥാനത്ത് നെവിൻ്റെ സ്ഥാനത്ത് ഷാനവാസ് ആയിരുന്നെങ്കിൽ പോലും നെവിൻ ഡ്രാമ കാണിക്കുന്നതിന് പുറത്തിരിക്കുന്ന ആൾക്കാർ പറയത്തുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് വയ്യാത്ത ഒരാൾ അത് ആരാണെന്ന് പറഞ്ഞാലും വയ്യാതെ വീഴുമ്പോഴത്തേക്കും ഫസ്റ്റ് അതൊന്ന് കൺസിഡർ ചെയ്യുക അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസ്. അല്ലാതെ അവിടെ കിടന്ന് ആടി പീടി എൻ്റെ ഭഗവാൻ ഇന്ന് എന്ത് ചീപ്പ് അടിയായിരുന്നു. ആ ഒരു മനുഷ്യൻ വയ്യാതെ വന്ന് വീഴുമ്പോഴത്തേക്കും നിങ്ങൾ പിടിക്കണ്ട, നിങ്ങൾ ഡ്രാമ എന്ന് പറഞ്ഞു, നിങ്ങളിവിടെ പിടിക്കാൻ വരണ്ട, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ശരിക്കുമുള്ള പെങ്ങളും കുട്ടികളും ഫ്രണ്ട്സും ഒക്കെ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ പെട്ടെന്ന് അവരൊന്ന് പിടിക്കുമ്പോഴത്തേക്കും അത് കൈ തട്ടി മാറ്റുമല്ല വേണ്ടത്. പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പുള്ളിക്കാരനെ എടുത്ത് റൂമിൽ കൊണ്ടുപോകാൻ വേണ്ടത്, കൺഫെഷൻ റൂമിൽ. അല്ലാതെ അവിടെ കിടന്ന് അടി കൂടുമല്ല വേണ്ടത്, ചീപ്പ് അടി കൂടുതൽ. എന്നിട്ട് പുള്ളിക്കാരനെ കൊണ്ട് അവിടെ ആക്കിയതിന് ശേഷം തിരിച്ചു വന്നിട്ട് ഇവർ പറയുക അക്ബറും ആര്യനും നെവിനും കൂടെ ഭക്ഷണമൊന്നും നേരെ കൊടുക്കാതെ ഇങ്ങനെ അടിയും കൂടി സ്ട്രെസ്സും കൂട്ടി പുള്ളിക്കാരനെ കൊല്ലാൻ നോക്കിയെന്ന്. മനസ്സിലായില്ലേ? ഇവർ പറഞ്ഞ കാര്യമാണ്, ആദ്യം പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്ന ആൾക്കാർ ഇവിടെ പുള്ളിക്കാരന് വയ്യാതെ വീണപ്പോഴത്തേക്കും എടുത്തുകൊണ്ട് പെട്ടെന്ന് കൺഫെഷൻ റൂമിൽ കൊണ്ടിരുത്താനാണോ നോക്കിയത്? അത് ഇവിടെ കിടന്ന് അവരുടെ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടി അടി കൂടിക്കൊണ്ടാണ് ഇരുന്നത്. ആരും പിടിക്കാൻ വന്നപ്പോൾ ആര്യനെ തള്ളിയ സമയത്താണ് ആരും തിരിച്ച് കൈ നോക്കിയൊന്ന് കൊടുത്തത്. അതിൽ ആരും കൈ നോക്കി കൊടുത്തത് മാത്രമാണ് എടുത്ത് പറയുന്നത്. അനു പുഷ് ചെയ്തത് ആരും പറയത്തില്ല. അനു നിവിൻ്റെ കൈ അള്ളി മുറിച്ചതിന് ആരും പറയത്തില്ല. അതുതന്നെയാണ് ഇന്നലെ നിവിനും പറഞ്ഞത്. ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ ഇവിടെ അള്ളിയതും പിടിച്ചതൊന്നും നമ്മൾ പറഞ്ഞു നടക്കാത്തത് അതൊരു ഫിസിക്കൽ അസോൾട്ട് ആയിട്ടില്ല. പക്ഷേ ഇതാണ് പ്രശ്നം. പിന്നെ ബിഗ് ബോസ് ഇന്നലെ നെവിനോട് പറഞ്ഞു മറ്റുള്ളവരെ കായികമായി നിങ്ങൾ കൂടുതലായിട്ട് ആക്രമിക്കുന്നു, അതിൽ ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് വാണിംഗാണ് നിങ്ങളെ പുറത്താക്കും എന്ന് പറയുന്നു. ഇതേ വാണിംഗ് പലർക്കും അവിടെ കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ടായിരുന്നു പല പ്രാവശ്യമായിട്ട്. അതൊന്നും ആരും കംപ്ലൈൻറ്റ് പോകാത്തതുകൊണ്ടാണ് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്തത്. ജിസയിൽ അനുമോൾക്ക് എഗൻസ്റ്റ് ഫിസിക്കൽ അസോൾട്ടിൻ്റെ പ്രശ്നം പറഞ്ഞതുകൊണ്ടാണ് അന്ന് അത് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് സോർട്ട് ഔട്ട് ചെയ്ത് വിട്ടത്. നെവിൻ അത് പറയാൻ ഇതുവരെയും പോയിട്ടില്ല. അപ്പോൾ അവയുടെ ടാസ്കിനിടയിൽ ഹള്ളി പിച്ചി ഇതൊന്നും ആ പയ്യൻ പറയാൻ പോയിട്ടില്ല. ഈവൻ എന്തിന് മെനഞ്ഞാന്ന് അനുമോളും നെവിനും തമ്മിൽ ആ വെള്ളം ഒഴിക്കുന്ന പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ വെള്ളം കുറഞ്ഞപ്പോൾ ബാക്കി ഇരിക്കുന്ന കപ്പിലെ വെള്ളം അവിടെ മറിച്ച് കളയുന്ന അനുമോൾ തന്നെയാണ്. ഒന്നുകൂടെ നിങ്ങളെടുത്ത് നോക്കിയാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അനുമോൾ തന്നെയാണ് കയ്യിരിക്കുന്ന വെള്ളം മറിച്ച് കളയുന്നത്. അപ്പോൾ അത് നെവിൻ ചുമ്മാ എന്ന് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് നെവിൻ്റെ കൈ പിന്നെ അള്ളി മുറിക്കുന്നുണ്ട്. ഇതൊന്നും ആരും കാണത്തില്ല. അനുവിൻ്റെ കൈ ആവട്ടെ തള്ളി മുറിച്ചത്. അനു അത് ക്യാമറയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടന്ന് ഡ്രാമ കാണിച്ചേനെ. ഇത് നെവിൻ അതൊന്നും കാണിക്കാൻ പോകത്തില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും ആരും അറിയാനും പോകുന്നില്ല, ആരും ശ്രദ്ധിക്കാനും പോകുന്നില്ല. പുള്ളിക്കാരൻ അത് പറഞ്ഞു പോകുന്നുണ്ട്, എൻ്റെ കൈ തള്ളി മുറിച്ച് ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നു. സപ്പോർട്ടേഴ്സ് പുറത്തുള്ളവർക്ക് എന്നും സപ്പോർട്ടേഴ്സ് ഉണ്ടാവും, ഇല്ലാത്തവർക്ക് വേണ്ടി ആരും അധികം സംസാരിക്കാൻ ഉണ്ടാവില്ല. നെവിൻ ചെയ്ത് തെറ്റ് തന്നെയാണ്. പക്ഷേ നെവിൻ മാത്രമല്ല തെറ്റ് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെവിൻ വിഷം. ഇവനെ പോലെയുള്ളവൻ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ കൊല്ലും. അനുവിനെ അവൻ വല്ലതും ചെയ്യുമെന്നായിരുന്നു എൻ്റെ പേടി. പക്ഷേ സംഭവിച്ചു പോയത് ഷാനവാസിനാണ്. ഇത്തരത്തിലുള്ള കുറേ കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞ് പറഞ്ഞു പൊങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇവരും മോശക്കാരൊന്നുമല്ല. വെസൽ കഴിവെന്ന് കാല് പിടിച്ച് ചോദിക്കുകയാണ് ആ ക്യാപ്റ്റന്മാരുടെ ഒരു ഗതികേട്. ക്യാപ്റ്റന്മാർക്ക് പുല്ല് വില എന്നാണ് അതിൽ പറയുന്നത്. ഇത്തവണത്തെ ക്യാപ്റ്റന്മാർക്ക് അത് ക്യാപ്റ്റന്മാരല്ലാതെ ബാക്കി ഇവിടെ ഉള്ളവർ ഇവർ മാത്രമാണ്. അപ്പോൾ ഇവരെന്ത് വേണം? ഇവർ സപ്പോർട്ട് ചെയ്യണം. അവനെ ക്യാപ്റ്റൻസി സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ആ വില കിട്ടത്തുള്ളൂ. അത് കൊടുക്കാതെ ഒരു തരത്തിൽ സപ്പോർട്ടും കൊടുക്കാതെ ഇവരെ ഞാൻ പുല്ല് വില കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമൊന്നുമില്ല. കാരണം ബാക്കി അവിടെ ആരും ഇല്ലല്ലോ. അകപ്പാടെ ഇവർ ഇത്രയും പേരാണല്ലോ ഇനി ഉള്ളത്. അപ്പോൾ കാല് പിടിച്ച് പറയണം പാത്രം ഒന്ന് കഴുകാൻ പറഞ്ഞപ്പോൾ ഞാൻ കഴിവത്തില്ല, എനിക്കത് കഴിവേണ്ട ആവശ്യമില്ല. ഇത് വേറെ ആരുടെ ക്യാപ്റ്റൻസിയിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ പറയും എന്ത് ധൈര്യം? ആര്യൻ അക്ബർ നെവിൻ എന്നുള്ളത് മാറ്റിയിട്ട് ആ സ്ഥാനത്ത് അനു ആദിലെ നൂറയാണ് ക്യാപ്റ്റൻസ് എന്ന് നിങ്ങൾ വെച്ചുള്ളൂ. ആ സമയത്ത് അനു അക്ബറിനോട് പറയണം വെസൽ ഒന്ന് വാഷ് ചെയ്യാം അക്ബർക്ക എന്ന് പറയുന്ന സമയത്ത് എന്നെ കൊണ്ടെങ്കിൽ പറ്റത്തില്ല കഴിവാൻ എന്ന് അക്ബർ പറയാമെന്ന് വെച്ചോ, അല്ലെങ്കിൽ നെവിൻ പറയാമെന്ന് വെച്ചോ, പോട്ടെ ആര്യൻ പറയാമെന്ന് വെച്ചോ, എന്തായിരിക്കും പുറത്ത് സോഷ്യൽ മീഡിയ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സിറ്റുവേഷനൊക്കെ നേരെ തിരിഞ്ഞു മറിയും. ഇതാ ഞാൻ പറഞ്ഞത്, ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ. അത് ഏത് രീതിയിൽ ട്വിസ്റ്റ് ചെയ്യണം എന്നുള്ളത് പുറത്തുള്ള സപ്പോർട്ടേഴ്സ് കൂടുതലുള്ള ആൾക്കാരുടെ ഫാൻസ് തീരുമാനിക്കും. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ അനുമോൾ വെസൽ കഴിയില്ലെങ്കിലും പ്രശ്നമില്ല. അനുവിൻ്റെ കൂടെ നിൽക്കുന്ന നൂറയുടെ ടീമാർ ഫ്ലോർ ക്ലീൻ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. കിച്ചണിൽ നിൽക്കുന്ന ഹൗസ് ക്യാപ്റ്റന്മാർക്ക് എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ രീതിയിൽ പ്രൊജക്ട് ചെയ്യും. നേരെ ഫുഡ് കൊടുക്കാതെ അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ ഫിസിക്കലി തളർത്തി അവരെ പുറത്താക്കാനുള്ള പ്ലാനാണ് അക്ബറും നെവിനും ആര്യനും ചെയ്യുന്നതെന്നാണ് ആദില വളരെ ആധികാരികമായി അനുമോളോട് പറഞ്ഞു കൊടുക്കുന്നത് ഇന്നലെ കണ്ടത് എപ്പിസോഡിൽ. കഷ്ടം തന്നെ. എൻ്റെ ഈശ്വര, ഞാൻ സത്യത്തിൽ ചിന്തിച്ചു പോയിട്ട് ഇവർ സത്യം പറഞ്ഞാൽ ആരാണ് ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്? ഷാനവാസിനെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നല്ല തോന്നിയില്ല. കാരണം ഷാനവാസിനെ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ എന്തുമാത്രം അടി കൂടുകയോ ബഹളം വയ്ക്കുകയോ മറ്റവർ ചെയ്തുകൊണ്ടിരുന്നാലും ഇവർ പെട്ടെന്ന് ഷാനവാസിനെ കൊണ്ട് എങ്ങനെ ഓടാനാണ് ശ്രമിക്കേണ്ടത്. ഇത് അതല്ലായിരുന്നല്ലോ. അവിടെ നൂറെ തട്ടി, അനുവിനെ തട്ടി, ആദിലും തട്ടി എന്ന് പറഞ്ഞാൽ ഒരാൾ ബ്രീത്ത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ തറയെ കിടക്കുക. അയാളെയും പിടിച്ചുകൊണ്ടിരുത്തിയിട്ട് അങ്ങ് ചർച്ച അടി ബഹളം. അപ്പോൾ ഈ പുള്ളിക്കാരന് കൂടുതൽ സ്ട്രെസ് കൂടത്തേ ഉള്ളൂ. ഒരാൾ വയ്യാതെ കിടക്കുമ്പോൾ അയാളുടെ കീഴിൽ പോയി കിടന്ന് ഇങ്ങനെ പറയുന്നത് എന്തുമാത്രം പ്രശ്നം കൂട്ടുന്നൊരു സംഭവം അറിയാമോ? ഒരാൾ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടത്തി ആ റൂമിന് വെളിയിൽ പോലും ഇതുപോലെ കിടന്ന് ചിലക്കാൻ ഡോക്ടർമാർ സമ്മതിക്കത്തില്ല. അങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഒരാൾ വയ്യാതെ തളർന്ന് വീണു, എന്തായാലും സംഭവിച്ചെന്ന് പോലും തിരക്കാൻ നിൽക്കാതെ അവിടെ കിടന്ന് അടിയും ബഹളം. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അനീഷിനെ സാബുമാനെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത്. അവർ രണ്ടു മാത്രമേ ഈ വയ്യാതെ കിടക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് പോയി എന്താ പറ്റിയൊന്ന് എഴുന്നേക്ക് വെള്ളം കുടിക്കുക എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസൺ ഒന്ന് ഓർത്തുപോയി. കഴിഞ്ഞ സീസണിലെ ഫസ്റ്റ് റണ്ണറായ അർജുൻ്റെ ഗെയിമിനെ കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. പക്ഷേ അവിടെ അർജുനും ജാൻമണി എന്ന് പറയുന്ന വ്യക്തിയും തമ്മിൽ ആജന്മ ശത്രുക്കളെ കണക്കായിരുന്നു നിന്നിരുന്നത്. ജാൻമണിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു അർജുന്. എന്തൊക്കെ വായി തോന്നി പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? പക്ഷേ അവർ എത്ര തവണ വയ്യാതെ വീണിട്ടുണ്ട്. ആ സമയത്ത് എത്രയും പൊക്കിക്കൊണ്ട് ഓടിക്കൊണ്ടിരുന്നത് ഈ പയ്യനായിരുന്നു അർജുൻ. അവിടെ ചോദ്യം പറച്ചിലൊന്നുമില്ല. എപ്പോൾ വയ്യാതെ വീഴുന്നോ
ജാൻമണി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയാലും ആ സമയം ആ സെക്കൻഡ് ഈ പയ്യൻ എടുത്തുകൊണ്ട് ഓടുകയാണ്. അവിടെ എത്ര വലിയ ഭൂകമ്പപ്പെട്ട വഴക്ക് നടന്നുകൊണ്ടിരുന്നാലും ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് പോലും ഓടി വന്നിട്ട് കൺഫെഷൻ റൂമിലോട്ട് എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള വെപ്രാളവും വ്യഗ്രതയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്ത്, അയാൾ കൺഫെഷൻ റൂമിൽ എത്തിച്ചില്ലെങ്കിൽ എന്ത്, നമ്മുടെ ഭാഗത്തുള്ള അടിയും പിടിയും വഴക്കും ഇവിടെ നടന്നേ പറ്റത്തുള്ളൂ എന്നൊരു അത്യാവശ്യം. അതാണ് കണ്ണിച്ചോരല്ലാത്ത കണ്ടസ്റ്റൻസ് എന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. സത്യമായിട്ടും എന്ത് പറയാനാണ്, ഞാൻ ശരിക്കും ഓർത്തു ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്കും അർജുനൊക്കെ ഞാൻ സ്മരിച്ചു പോകുമായിരുന്നു. അത് കഴിഞ്ഞ സീസണിലല്ല, ഏതൊരു സീസണിലും. ഈ സീസണിൽ മാത്രമേ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ, ഒരു വയ്യാതായ മനുഷ്യനെ പിടിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് തർക്കിക്കില്ല. ഇത് ഇനിയുള്ള ഒരു സീസണിൽ ഇതൊന്നും സംഭവിക്കരുതേ, ഒരു നല്ല ഗെയിമറിനെ കാണാനുള്ള ഒരു അവസരം തരണേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെ കണ്ടിട്ട് ഒരാൾ ചെയ്യുന്ന കാര്യം മറ്റേ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരാളുടെ ഭാഗത്ത് മാത്രം എങ്ങനെയാണ് തെറ്റ് വരുന്നത്, ഒരാളുടെ ഭാഗത്ത് എങ്ങനെയാണ് ശരി വരുന്നത് എന്നുള്ളതിൻ്റെ പൊരുൾ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ ഈ പെൺകുട്ടികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആദില നൂറയോ അവരുടെ ഗ്രൂപ്പിലിരിക്കുന്ന അനുമോളോ ആരും തന്നെ ഇന്നലെ പോയിട്ട് എങ്ങനെയുണ്ട് ഷാനവാസിക്ക് എന്ന് ബിഗ് ബോസിനോട് ഒരു പ്രാവശ്യം പോയി ക്യാമറ ചോദിക്കുന്നത് ഞാൻ കണ്ടില്ല. അവിടെയും അനീഷ് മാത്രമാണ് എന്തെങ്കിലും ഒരു വാക്ക് ബിഗ് ബോസിനോട് പോയി ഷാനവാസിന്റെ അപ്ഡേറ്റ് എന്തെങ്കിലും പറയോ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദില നൂറയൊന്നും ഇവിടെ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തിരിക്കണമെന്നും എനിക്കൊരിക്കലും പറയാൻ സാധിക്കത്തില്ല. എനിക്കത് തോന്നുന്നില്ല. അവർ ഇന്നലെ ഷാനവാസിന് വേണ്ടിയിട്ട് ഘോരഘോരം പ്രസംഗിക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? ചുമ്മാ പറച്ചിലിൽ കാര്യമില്ലല്ലോ. ശരിക്കും അങ്ങനെ കൺസേൺ ഉള്ള ആൾക്കാർ ഇത് എന്തായി പോയിട്ട് എന്നൊന്ന് തിരക്കാനുള്ളൊരു ബേസിക് മര്യാദ കീപ്പ് ചെയ്യും. ഇത് അതൊന്നും ഞാൻ കണ്ടില്ല. അവിടെ എന്നിട്ട് അക്ബറും ആര്യനും നെവിനും കൂടെ ഷാനവാസിനെ കൊല്ലാൻ നോക്കി, പുറത്താക്കി, ഇങ്ങനെ ഓരോരുത്തരെയും ഫിസിക്കലി തളർത്തി അവരെ പുറത്താക്കുകയാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞു പരത്താൻ നല്ല ഉഷാറുണ്ട്. അതുപോലെ തന്നെ ആര്യന്റെ എന്തോ പാലിന്റെ കേസോ പിന്നെ ടിക്കറ്റ് ഫിനാൻ ഇടയ്ക്ക് നൂറയുടെ എങ്ങോട്ടോ ആര്യം നോക്കിയെന്നോ ഒക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കുറേ സ്റ്റോറീസ് പറിച്ചു വിടുന്നുണ്ട്. ഇതൊന്നും ഒരു ടോപ്പിക്കായിട്ട് എടുക്കാൻ സംസാരിക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല. കാരണം ഇതുപോലത്തെ കാര്യങ്ങൾ കൊണ്ട് നടന്നതാണ് ഈ സീസൺ. അതെല്ലാം ഒന്നിടത്ത് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം നമുക്കില്ല. അത് അത്തരത്തിലുള്ള ടോപ്പിക്ക് സംസാരിക്കുന്ന ഇഷ്ടമുള്ള ആൾക്കാരെ എടുത്ത് സംസാരിച്ചോട്ടെ. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ആരും അത്തരത്തിൽ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് എത്ര നാൾ സപ്പോർട്ട് ചെയ്ത് അതേ ഡബിൾ മീനിങ്ങിൽ തിരിച്ചുത്തരം കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ ആരും അഗേൻസ്റ്റ് കളിക്കുന്നത്. അത് ഈ ഫിനാലെ വിൽക്കുന്നത് കളിക്കുമ്പോഴത്തേക്കും അത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലായിക്കോളും. പക്ഷേ ഇവിടെയും ആരും നെഗറ്റീവ് ആവത്തേ ഉള്ളൂ. കാരണം അനുമോളുടെ കൂടെ നിൽക്കുന്ന ചങ്കത്തികളാണല്ലോ ആരും അഗേൻസ്റ്റ് സംസാരിക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറയാൻ മറന്നുപോയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ പലരുടെ ഡബിൾ സ്റ്റാൻഡുകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഒനിൽ അഗേൻസ്റ്റ് ഒരു ഇഷ്യൂ മസ്താനി എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതിന് വലിയൊരു വിഷയമാക്കി മാറ്റിയത് ലക്ഷ്മിയായിരുന്നു. മസ്താനി അത് ചെറുതായിട്ട് പോയി ലക്ഷ്മിയുടെ ഡൗട്ട് ആണെന്ന് പറഞ്ഞു. പക്ഷേ പുറത്തു പോയത് ആരായിരുന്നു? മസ്താനി. കഴിഞ്ഞ ആഴ്ച അക്ബറിന് അഗേൻസ്റ്റ് അനുമോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ സമയത്ത് അവിടെ അക്ബറാണ് നെഗറ്റീവ് ആയത്, അല്ലാതെ അക്ബറിന് അഗേൻസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ അനുമോളല്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, മസ്താനി അന്ന് ലക്ഷ്മിയോട് സീക്രട്ടായിട്ട് പറഞ്ഞൊരു കാര്യം അനുമോൾ അയാളുടെ മുഖത്ത് നോക്കി ഉച്ചത്തിൽ വിളിച്ച് പറയുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് മസ്താനിക്ക് കിട്ടിയ ഹേറ്റ് ഇപ്പോൾ എങ്ങനെ അനുമോളുടെ കേസിൽ ഇല്ലാതാവുന്നു? അതെങ്ങനെ അനുമോൾക്ക് ഫേവറബിളായി മാറുന്നു ഈ സിറ്റുവേഷൻ? രണ്ടും സെയിം കാര്യങ്ങൾ തന്നെയല്ലേ? രണ്ടും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നെയല്ലേ? നിങ്ങൾ തന്നെ പറയൂ. സ്റ്റാൻഡുകൾ പല ഡബിൾ സ്റ്റാൻഡ്, ട്രിപ്പിൾ സ്റ്റാൻഡ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് സൂക്ഷ്മമായി വീക്ഷിച്ചാൽ മതിയാവും. മനസ്സിലായി? ഇത് ആരുടെയും എഗൻസ്റ്റ് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. പുറത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് എന്നുള്ള ധൈര്യത്തിൽ അകത്ത് നമുക്ക് എന്തും സംസാരിക്കാൻ പറ്റും എന്നുള്ളൊരു ധാർഷ്ട്യത്തിനെ കുറിച്ചാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതിൻ്റെ പേര് നമുക്ക് എന്തും ചെയ്യാം, എന്തും കാണിക്കാം. അതൊന്നും ആരും ഒന്നും പറയാനും വരത്തില്ല. ഇങ്ങനെ ഉള്ളൊരു സീസണൊന്നും ഇനി ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ. ആൾക്കാർക്ക് ധൈര്യസമേതം അകത്ത് വരുന്ന കളിക്കാൻ സാധിക്കട്ടെ. പൈസ കൊടുത്തിട്ട് പോയാൽ പുറത്തിരുന്ന് ഒരു സൈഡ് മാത്രം ന്യായീകരിച്ച് സംസാരിക്കുന്ന ആൾക്കാരുള്ളപ്പം മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ കാര്യങ്ങൾ വളരെയധികം പരിതാപകരം തന്നെയാണ്. അത് പേടിച്ചിട്ടാണ് പല ആൾക്കാരും സെലിബ്രിറ്റീസും ഒന്നും ഈ ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ വരാനായിട്ട് വിമുഖത കാണിക്കുന്നത്. മനസ്സിലായില്ലേ? മലയാളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പ്രതിഭാസമാണത്. ആൾക്കാർക്ക് പേടിയാണ്. ഇത് ക്രെഡിറ്റ് അല്ല, ഇത് മലയാളത്തിലെ ഷോയുടെ പരാജയമാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രശ്നമില്ലാത്ത പല കാര്യങ്ങളും ഇവിടെ വരുമ്പോൾ പ്രശ്നവും. സപ്പോർട്ട് ഇല്ലാത്ത ആൾക്കാർ ചെയ്യുമ്പോൾ പല കാര്യങ്ങൾക്കും നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ, സപ്പോർട്ട് ഉള്ള ആൾക്കാർ അതേ കാര്യങ്ങൾ പറയുമ്പോൾ അത് ട്വിസ്റ്റ് ചെയ്ത് വേറൊരു സ്റ്റോറി പ്ലോട്ട് ആക്കിയിട്ട് അത് പോസിറ്റീവാക്കി മാറ്റാൻ ശ്രമിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ന്യായീകരിച്ച് അതിനെ ശരിയാക്കാൻ ശ്രമിക്കും. ഒനിലിൻ്റെ കാര്യത്തിൽ മസ്താനി പറഞ്ഞ തെറ്റാണെങ്കിൽ അക്ബറിൻ്റെ കാര്യത്തിൽ അനു പറഞ്ഞത് തെറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ നെവിൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുവും ഷാനവാസും തെറ്റ് ചെയ്തിട്ടുണ്ട്. അതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതേസമയം ഒരു കാര്യം പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെവിൻ ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ തെറ്റ് അവിടെ മറ്റുള്ളവരും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെവിൻ മാത്രമാണ് അവിടുത്തെ വിഷയം. ഏറ്റവും വലിയ കാളകൂടമാണ്. ഈ ആഴ്ച പുറത്ത് പോകണമെന്ന് ഉറപ്പുള്ള ആളാണ്. അവിടെ മറ്റുള്ളവരെ പുറകെ നടന്ന് അവരെ ശല്യപ്പെടുത്തി പ്രൊവോക്ക് ചെയ്ത് അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അഗേൻസ്റ്റ് ആണ് ഞാൻ. കാരണം നെവിൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, നെവിൻ ഓവറായിരുന്നു. പക്ഷേ അതിലും ഓവറായിട്ട് അവിടെ മറ്റുള്ളവർ നിന്നിട്ടുണ്ട്. അവർക്ക് കൊടുത്തിരിക്കുന്ന ബേസിക് ഡ്യൂട്ടീസ് പോലും ചെയ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്യാപ്റ്റൻസിനെ പ്രൊവോക്ക് ചെയ്യുന്ന പരിപാടി അവരും കാണിച്ചിട്ടുണ്ട്. അവർ കുറച്ച് റെസ്പെക്ട് ക്യാപ്റ്റന്മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സിറ്റുവേഷൻ പോലും ഇങ്ങനെ ആവത്തില്ലായിരുന്നു. അവരുടെ ഡ്യൂട്ടീസും ജോലികളൊന്നും അവരും ചെയ്തിട്ടില്ല. ക്യാപ്റ്റന്മാരെന്ന നിലയിൽ ഇവരും ഒട്ടും തന്നെ വിട്ടുകൊടുത്തിട്ടില്ല. ഇനി വിട്ടുകൊടുത്താൽ നന്നായെന്നൊന്നും പറയണ്ട. കാരണം വിട്ടുകൊടുത്തിട്ട് ആരും അക്ബറും റിക്വസ്റ്റ് ആയിരുന്നു അനുമോളോട് ഒന്ന് വെസൽ കഴിവിക്ക്. ഷാനവാസ് ഇവിടെ ഇല്ലല്ലോ, വെസൽ കഴിക്കാൻ പറഞ്ഞു പറ്റത്തില്ല, ഞങ്ങൾക്കുള്ള ഫുഡ് കഴിച്ച പാത്രങ്ങൾ മാത്രം ഞങ്ങൾ കഴിവത്തുള്ളൂ എന്ന് അനുമോൾ കട്ടുറോട്ട് പറഞ്ഞ കാര്യമാണ്. സോ അനുമോളും ഇവിടെ മോശക്കാരിയൊന്നും അല്ല. അതിലെന്ന് പറയോ അവരും മോശക്കാരല്ല. എല്ലാവരും അവരുടെ ഗെയിമോട് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് നെവിൻ ഈ ആഴ്ച എവിക്റ്റ് ആയാലും ഇജക്റ്റ് ആയാലും നെവിന് മാത്രം ആവശ്യമില്ലാതെ ഈ ഹേറ്റ് സ്പ്രെഡ് ചെയ്ത് പോരുതെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കാര്യം കുറേ ആവശ്യമില്ലാത്ത ഇന്റർഫിയറിംഗ് പേഴ്സണൽ സ്പേസിലോട്ട് ലൂട്ട് ചെയ്ത് കയറി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആ പയ്യനുണ്ട്. പക്ഷേ എന്നാൽ പോലും എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഈ സീസണിൽ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നെവിൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ആവശ്യമില്ലാത്ത ഹേറ്റ് മങ്കൊണ്ട് ആ പയ്യൻ പുറത്തേക്ക് പോകുന്നുണ്ട്. എനിക്കൊരു താല്പര്യമില്ല. പക്ഷേ പുള്ളിക്കാരൻ്റെ ഫിയർലെസ് ഗെയിമറാണ്. എത്ര സപ്പോർട്ട് ഉള്ള ആളാണെങ്കിലും അയാൾക്ക് അഗൻസ്റ്റ് ഗെയിം കളിക്കാൻ ഇപ്പോൾ അവിടെ നിൽക്കുന്നതിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് ഇറങ്ങുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് നെവിൻ എന്ന് പറയുന്നത്. പുള്ളിക്ക് പുറത്ത് പോയാലും പ്രശ്നമില്ല. ഇന്നലെ തന്നെ ബിഗ് ബോസ് അത് പറയുമ്പോൾ പുള്ളിക്ക് പേഴ്സണലി താൻ കാരണം ഷാനവാസിന് ഒരു പ്രശ്നം ഉണ്ടായോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. കാരണം അങ്ങനെ ആകുമെന്ന് വിചാരിച്ചിട്ടല്ല നെവിൻ അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒരു വിഷമമുണ്ട്. പക്ഷേ എന്നാൽ പോലും പുറത്ത് പോയാൽ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നെവിനോട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം എജക്ഷനോ വന്നു കഴിഞ്ഞാലും പുള്ളിക്കാരൻ ധൈര്യമായിട്ട് തന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞ് പുറത്തിറങ്ങി പോകത്തേ ഉള്ളൂ. അതിലെനിക്ക് യാതൊരു സംശയമില്ല. നെവിൻ ഇനി എല്ലാവരും കൂടെ കിടന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചെന്ന് പറഞ്ഞാലും നെവിൻ ഈ സീസണിൽ
സീസണിൽ ഒരു നല്ല എന്റർടൈനർ തന്നെയായിരുന്നു, അതിൽ യാതൊരു സംശയമില്ല. ആരും അവിടെ സുഖിപ്പിച്ച് നിൽക്കാൻ നോക്കുന്നില്ല. പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. അന്നും ഇന്നും പുള്ളിക്ക് പുള്ളിയുടെ ആയിട്ടൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. അല്ല പുള്ളിക്കാരൻ അവിടെ മറ്റുള്ളവർക്ക് എഗൻസ്റ്റ് ഗെയിം കളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരനെ ജെൻഡർ അധിക്ഷേപം ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല. എനിക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, അതുകൊണ്ട് നെവിൻ ചെയ്ത തെറ്റ്, ബാക്കിയുള്ളവർ ചെയ്ത തെറ്റ് ആരും മോശക്കാരല്ല. മാത്രമല്ല ഈ ലാസ്റ്റ് നിമിഷം ഇത്രയും സപ്പോർട്ടുള്ള ആൾക്കാർക്ക് എഗൻസ്റ്റ് ഗെയിം കളിച്ച് പുറത്ത് ഞാൻ ഇനി ഇറങ്ങി പോയാലും പുറത്തുള്ളവരെ എന്തും പറഞ്ഞോട്ടെ, എന്ത് വേണമെങ്കിലും അവർ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്ന് ഗെയിം കളിക്കാനുള്ള നെവിന്റെ ധൈര്യത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അത്തരത്തിലുള്ള ഗട്ട്സ് വലുതായിട്ട് അവിടെ ആർക്കും ഉണ്ടാവില്ല. സോപ്പിട്ട് ലാസ്റ്റ് വീക്കിലൊക്കെ നിൽക്കാൻ പലരും ശ്രമിക്കത്തുള്ളൂ. ആ ഒരു കാര്യത്തിൽ നെവിൻ കുറച്ച് മുന്നോട്ട് പോയി എന്ന് എനിക്ക് പറയേണ്ടി വരും. കാണിച്ചത് കുറച്ച് ഓവർ ആണെങ്കിലും അതിനകത്തൊരു ഗെയിമർ എന്ന നിലയിൽ കുറച്ചധികം നെവിൻ മുന്നോട്ട് വന്നു എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ പയ്യൻ അഗൻസ്റ്റ് ഹേറ്റും കാര്യങ്ങളും പ്രചരിപ്പിക്കാതെ നല്ല രീതിയിൽ ഇത്രയും നാളെ പയ്യൻ നിന്ന് കോൺട്രിബ്യൂഷൻ അതിന് കുറച്ച് വില കൊടുക്കാന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, വീണ്ടും പറയുന്നു, അന്ന് റോബിനും റിയാസിനും സംഭവിച്ചപ്പോൾ റിയാസ് അത്രയും പ്രൊവോക്ക് ചെയ്തത് കൊണ്ടാണ് റോബിൻ അത് ചെയ്തത്. ഇതിന് പറഞ്ഞ ഒരുപാട് ജസ്റ്റിഫിക്കേഷൻ നടത്തുന്ന ആൾക്കാരുണ്ടായല്ലോ. അപ്പോൾ ഈ സീസണിൽ അനു ഒരുപാട് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് നിവിനെ. ആ പ്രൊവോക്കേഷൻ കൂടെ നിവിൻ ഇത്രയും ചെയ്ത ആക്ടിനകത്ത് ഉണ്ടായി. അതുപോലെ തന്നെ ഷാനവാസും പ്രൊവോക്ക് ചെയ്തപ്പോഴത്തേക്കാണ് നിവിനെ പാലെടുത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ നിവിനെ സപ്പോർട്ട് ചെയ്യല്ല, പക്ഷേ പ്രൊവോക്കേഷൻ വരുന്നുണ്ട്. ആ പ്രൊവോക്കേഷനെ കുറിച്ച് ആരും അന്ന് സംസാരിച്ച ആരും ഇന്ന് സംസാരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സപ്പോർട്ട് എവിടെയുണ്ടോ അതനുസരിച്ചിട്ട് ഒരേ സെയിം സിറ്റുവേഷനെ പുറത്തിരുന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ലേ. അങ്ങനെ ചെയ്ത ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതല്ലേ. ചിന്തിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ.